ലിറ്ററലി ഇമ്പോസിബിൾ ആയിട്ടുള്ള മിഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരു ടീമുണ്ട്, ഇമ്പോസിബിൾ മിഷൻ ഫോഴ്സ് അഥവാ IMF. ഈ IMF-ലെ ഏറ്റവും മിടുകനായ ഏജന്റാണ് ഈതൻ ഹണ്ട്. ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങേര് കാണിച്ചു കൂട്ടുന്ന ലിറ്ററലി ഇമ്പോസിബിൾ ആയിട്ടുള്ള സംഭവങ്ങളെ പോസിബിൾ ആക്കി മാറ്റുന്ന ഇങ്ങേരുടെ വീരസാഹസങ്ങൾ അതിഗംഭീരമായിട്ട് നമുക്ക് കാണിച്ചു തരുന്ന സീരീസാണ് മിഷൻ ഇമ്പോസിബിൾ. 1996 റിലീസായ മിഷൻ ഇമ്പോസിബിൾ ഫസ്റ്റ് പാർട്ടിന്റെ കഥ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അതേപോലെ കാർഡ്സിൽ പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. 4 വർഷം കഴിഞ്ഞു പോയി. 2000 റിലീസായ കുറെ കൂടെ ഗംഭീരമായിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ഒക്കെയുള്ള കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സിനിമയാണ് മിഷൻ ഇമ്പോസിബിൾ 2. ഇന്ന് നമ്മൾ ഈ സിനിമയാണ് ഫിലിം ഫ്ലെക്സിലൂടെ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കണ്ട. പിന്നെ പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. പടത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ ഓസ്ട്രേലിയയിലുള്ള സിഡ്നിയിലുള്ള ഒരു ബയോസൈറ്റ് ഫാർമസ്യൂട്ടിക്കൽസ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് നെക്രോവിച്ച്. ഇദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്, ഡോക്ടർ നെക്രോവിച്ച്. ഒരു നായകനെ കണ്ടെത്തണമെങ്കിൽ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് അവനെ നായകനാക്കി മാറ്റുന്ന ഒന്നാണ്. ഒരു വില്ലൻ ഉണ്ടെങ്കിലേ നായകൻ ഉണ്ടാവും. അങ്ങനെ ഒരു നായകനെ നിർമ്മിക്കാൻ വേണ്ടി ഞാനൊരു മോൺസ്റ്ററിനെ ക്രിയേറ്റ് ചെയ്തു. ബെല്ലേറഫോൺ എന്ന നായകന് വേണ്ടി എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്ന വില്ലനാണ് ഖൈമേറ. ഇവിടെ നമ്മുടെ നെക്രോവിച്ച് പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ? അദ്ദേഹം ഒരു വൈറസിനെയും ആന്റി വൈറസിനെയും കണ്ടെത്തി. ഖൈമേറ എന്ന വൈറസും അതിനെ പ്രതിരോധിക്കുന്ന, അതിനെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന ബെല്ലേറഫോൺ എന്ന ആന്റി വൈറസും. ഇത് ചെറിയ വൈറസോ ആന്റി വൈറസോ ഒന്നുമല്ല. ഇത് ഏതെങ്കിലും ഒരു ജീവവംശത്തിൽ പടർന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ ഇത് ലോകം മുഴുവൻ പടർന്നു പിടിച്ച് ലോകം മുഴുവനുമുള്ള എല്ലാ ജീവവംശങ്ങളും നശിക്കാൻ കാരണമാകും. ഗവേഷണങ്ങളൊക്കെ തലയ്ക്ക് പിടിച്ചിരുന്ന സമയത്ത് എന്തെങ്കിലും സ്വന്തമായിട്ട് നേടണം, സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്ത് ഡോക്ടർ നെക്രോവിച്ച് ഈ വൈറസിനെയും അതിന്റെ ആന്റി വൈറസിനെയും ക്രിയേറ്റ് ചെയ്തു. ഇതിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് എത്രമാത്രം അപകടം വിതയ്ക്കാൻ പോകുന്ന ഒന്നാണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. വില്ലൻസിന്റെ കയ്യിൽ അഥവാ തെറ്റായി ചിന്തിക്കുന്ന ആളുകളുടെ അടുത്ത് ഈ വൈറസ് കിട്ടിയാൽ അത് അവർ അവരുടെ ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കും. ഒരു കാരണവശാലും അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന നെക്രോവിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തന്നെ ഈ വൈറസ് ഇഞ്ചക്ട് ചെയ്ത് ഖൈമേറയുടെ ആന്റിവൈറസ് ആയിട്ടുള്ള ബെല്ലേറഫോണും എടുത്ത് ദിമിത്രി എന്നൊരാളുടെ സഹായത്തോടെ ഓസ്ട്രേലിയയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. 20 മണിക്കൂറിനുള്ളിൽ ഇദ്ദേഹത്തിന് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചെല്ലേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഖൈമേറ കുത്തിവെച്ചിട്ടുണ്ട്. 20 മണിക്കൂർ കഴിഞ്ഞാൽ ഈ ഖൈമേറ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങും. അദ്ദേഹത്തിന് പിന്നെ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. എന്നാൽ 20 മണിക്കൂറിനുള്ളിൽ ഈ ഖൈമേറയുടെ ആന്റിവൈറസ് ആയിട്ടുള്ള ബെല്ലേറഫോൺ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കുത്തിവെച്ചാൽ അദ്ദേഹത്തിന് കുഴപ്പമൊന്നും പറ്റില്ല. വൈറസിനെ നശിപ്പിച്ചോളും. ഇക്കാര്യം ഇദ്ദേഹം അതീവ രഹസ്യമായി ഇമ്പോസിബിൾ മിഷൻ ഫോഴ്സിനെ, നമ്മുടെ IMF-നെ അറിയിച്ചു. IMF-ന്റെ ഭാഗത്തു നിന്ന് ദിമിത്രി എന്നൊരു വ്യക്തി ഇദ്ദേഹത്തെ സേഫായി മറ്റൊരിടത്തേക്ക് എത്തിക്കാൻ വരുന്നുണ്ടത്രേ. അല്ല, എന്നാലും ഇങ്ങനെ എന്തിനാണ് സ്വന്തം ശരീരത്തിൽ ഖൈമേറ കുത്തിവെച്ചത്? ആരെങ്കിലും കാണിക്കുന്ന പരിപാടിയാണോ അത്? ആ വൈറസും അതേപോലെ അതിന്റെ ആന്റി വൈറസും ഒരു ബാഗിലാക്കി അങ്ങ് കൊണ്ടുപോയാൽ പോരായിരുന്നോ? അവിടെയാണ് ഡോക്ടർ നെക്രോവിച്ചിന്റെ ബുദ്ധി. ആരെങ്കിലും ഇദ്ദേഹത്തിന്റെ വഴിയിൽ തടസ്സമായി വന്ന് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുക അങ്ങനെ വല്ലതും ചെയ്താൽ അവർക്ക് ആന്റി വൈറസ് മാത്രമേ കിട്ടാൻ പാടുള്ളൂ, വൈറസ് കിട്ടാൻ പാടില്ല. ഖൈമേറ വൈറസ് ഉള്ളത് ഇദ്ദേഹത്തിന്റെ ബ്ലഡിലാണ്, ഇദ്ദേഹത്തിന്റെ ശരീരത്തിനുള്ളിലാണ്. സോ ഇൻ കേസ് ആരെങ്കിലും അങ്ങനെ ഇദ്ദേഹത്തെ അതിക്രമിച്ച് ബാഗൊക്കെ തട്ടിപ്പറിച്ച് പോകാൻ ശ്രമിച്ചാൽ അവർക്ക് ആകെ കിട്ടുന്നത് ആന്റി വൈറസ് ആണ്. വൈറസാണ് അപകടകാരി. ആന്റി വൈറസ് അതിനെ പ്രതിരോധിക്കുന്നൊന്നല്ലേ. സോ ആന്റി വൈറസ് കൊണ്ട് ആർക്കും ഒരു പ്രശ്നവും പറ്റില്ല. അങ്ങനെ നമ്മുടെ ഡോക്ടർ നെക്രോവിച്ച് IMF ഇദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അയച്ച വ്യക്തിയുടെ കൂടെ പ്ലെയിനിൽ പോവാണ്. ദേ നമ്മുടെ ഹീറോ ഈതൻ ഹണ്ട്. ഡോക്ടറിനെ രക്ഷിക്കാൻ നമ്മുടെ ഹീറോ ആണ് വന്നിരിക്കുന്നത്. എന്നാലും എവിടോ എന്തോ ഒരു പ്രശ്നം നടക്കുന്ന പോലെ ഉണ്ടല്ലോ. കാരണം ഈ ഡോക്ടർ നെക്രോവിച്ച് നമ്മുടെ ഹീറോയെ ഈതൻ ഹണ്ടിനെ വിളിക്കുന്നത് ദിമിത്രി എന്നാണ്. അവന്റെ പേര് ഈതൻ ഹണ്ട് എന്നാണ്. എന്നിട്ട് അവനെ ദിമിത്രി എന്ന് വിളിക്കുന്നു. ദിമിത്രി എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്കും ഒരു പ്രശ്നവുമില്ല. തന്റെ പേര് ദിമിത്രി എന്ന മട്ടിലാണ് ഈതൻ ഡോക്ടറിനോട് സംസാരിക്കുന്നത്. ഡോക്ടർ നെക്രോവിച്ചിന് നല്ല പേടിയുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വൈറസ് ഉണ്ട്. 20 മണിക്കൂറിനുള്ളിൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചെല്ലണം, ആന്റി വൈറസ് കുത്തിവെച്ച് ആ വൈറസിനെ നശിപ്പിക്കണം. ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ആശങ്കകൾ നമ്മുടെ ഹീറോയുടെ ഡോക്ടർ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ഡോക്ടർ, നിങ്ങൾ സേഫ് ഹാൻഡ്സിലാണ്, നിങ്ങൾക്കൊന്നും പറ്റാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ. നമ്മുടെ ഈ ഡോക്ടർ നെക്രോവിച്ചിന്റെ കൂടെ മറ്റൊരു സയന്റിസ്റ്റ് ആയിട്ടുള്ള ഗ്രാഡ്സ്കി, ഇവർ രണ്ടാളും കൂടെ ചേർന്നിട്ടാണ് ഈ വൈറസും അതിന്റെ ആന്റി വൈറസും കണ്ടുപിടിക്കുന്നത്. ഇവരിൽ ഡോക്ടർ ഗ്രാഡ്സ്കി ആദ്യം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഈ വൈറസ് പരീക്ഷിച്ചു നോക്കി. ഇവർ പ്രതീക്ഷിച്ചതിലും ഭയങ്കര ഹൈ ആയിരുന്നു അതിന്റെ എഫക്ട്. പതിയെ ആ വൈറസ് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ ശരീരത്തെ കൺട്രോളാക്കി. 20 മണിക്കൂർ കഴിഞ്ഞതും ഡോക്ടർ ഗ്രാഡ്സ്കിയെ പിന്നെ രക്ഷിക്കാൻ സാധിച്ചില്ല. ബെല്ലേറഫോൺ കുത്തിവെച്ചിട്ടും അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിച്ചില്ല. അതായത് പരമാവധി 20 മണിക്കൂർ മാത്രമാണ് ഈ വൈറസ് ബാധിച്ചാൽ രക്ഷപ്പെടുത്താനുള്ള സമയം. 20 മണിക്കൂറിനുള്ളിൽ ബെല്ലേറഫോൺ കുത്തിവെച്ചാൽ മാത്രമേ രക്ഷപ്പെടൂ. ആ ഡോക്ടർ ഗ്രാഡ്സ്കിയുടെ പുറത്ത് ഈ പരീക്ഷണം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇവർക്ക് വല്ല എലിയുടെ പുറത്തോ റാബിറ്റിന്റെ പുറത്തോ അങ്ങനെ വല്ല ഈ പരീക്ഷണം ചെയ്ത് നോക്കിയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്താൽ പോരായിരുന്നോ? ഇനിയിപ്പോൾ ഓസ്ട്രേലിയയിൽ ഇതിനൊന്നും കിട്ടാഞ്ഞിട്ടാണോ? എന്നാൽ പിന്നെ വല്ല കങ്കാരുവിനെയും പിടിച്ചോന്ന് പരീക്ഷണം ചെയ്യാറുണ്ടല്ലോ. അല്ലേ, വേണ്ട. അതിനിപ്പോൾ വല്ല രാജ്യദ്രോഹമാവും. ഇവിടെ ചിലർക്ക് പശുവിനെ പോലെയാണ്, അവിടെ ചിലർക്ക് കങ്കാരു. വാട്ടവർ. ഇപ്പോൾ ഇവരിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലെയിൻ്റെ പൈലറ്റ് പ്ലെയിനകത്ത് ഒരു പ്രഷർ ഡ്രോപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഓക്സിജൻ മാസ്ക് വെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇത് വളരെ റെയർ ആയിട്ടുണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാരെല്ലാവരും പേടിക്കുന്നു. ഇന്നേരം ഫ്ലൈറ്റിന്റെ കുറച്ച് ബാഗിലായിട്ടിരിക്കുന്ന ഒരു പുള്ളിക്കാരൻ ഓക്സിജൻ മാസ്ക് ഒന്നും വെക്കാതെ എഴുന്നേറ്റ് പുറകോട്ട് നടന്നു പോകുന്നു. അത് കാണുന്ന നമ്മുടെ ഹീറോ, ഡോക്ടർ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, നിങ്ങൾ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ എന്താ പ്രശ്നം നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പുറകോട്ട് പോകുന്നു. അന്നേരം വേണ്ടേ പ്ലെയിനിലുള്ള മെയിൻ പൈലറ്റ് ഒഴികെ ഓക്സിജൻ മാസ്ക് വെച്ചിട്ടുള്ള ബാക്കി 2 പൈലറ്റുമാരും ബോധം കിട്ടു പോകുന്നു. അപ്പോൾ ഈ മെയിൻ പൈലറ്റാണ് പ്രശ്നക്കാരൻ. പ്ലെയിനകത്ത് യാതൊരു പ്രഷർ ഡ്രോപ്പിംഗ് സിറ്റുവേഷനും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ മനഃപൂർവ്വം ഫേക്ക് ചെയ്ത ആളുകളെ കൊണ്ടെല്ലാം ഓക്സിജൻ മാസ്ക് വെപ്പിച്ചിട്ട് അവരെല്ലാവരും ഇപ്പോൾ ബോധം കെടുത്തി. തുടർന്ന് പ്ലെയിനും ഓട്ടോ പൈലറ്റിംഗിൽ സെറ്റ് ചെയ്യുന്ന അങ്ങേരുടെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി പുറകിൽ ആളുകളൊക്കെ ഇരിക്കുന്ന
ഒരു ക്യാബിനിലേക്ക് വരുന്നു. ഇപ്പോൾ ഈ പ്ലെയിൻ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. ഉണ്ടായിരുന്ന 2 സബ് പൈലറ്റുമാർ അവർ മയങ്ങിപ്പോയി. ഓട്ടോ പൈലറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് വെച്ച് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം അത് ഈ സെൻസറൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് അപകടങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് മാറിപ്പോകുന്ന ഒരു രീതിയല്ല. ഇപ്പോൾ ഏത് കണ്ടീഷനിലാണോ പ്ലെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത് അതേ കണ്ടീഷനിൽ തന്നെ തുടർന്ന് മുന്നോട്ട് പോകുക. അതാണ് ആ ഓട്ടോ പൈലറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭാഗ്യത്തിന് നമ്മുടെ ഡോക്ടർ നെക്രോ വെച്ച് ആ ഓക്സിജൻ മാസ്ക് വെച്ചില്ലായിരുന്നു. ചുറ്റുമുള്ള എല്ലാവരും മയങ്ങി വീഴുന്നത് കണ്ട് അദ്ദേഹം ആകെ പേടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിരിക്കുന്നു. ഇവിടെ എന്തോ പ്രശ്നമുണ്ട് ദിമിത്രി, എനിക്ക് ആകെ പേടിയാവുന്നു. നിങ്ങൾ എന്തിനാണ് ഡോക്ടർ എന്നെ ദിമിത്രി എന്ന് വിളിക്കുന്നത്? വാട്ട്, നീ ദിമിത്രി അല്ല, പിന്നാരാ നീ? നമ്മുടെ ഈതൻ അവന്റെ കൈ മടക്കി ഡോക്ടറിന്റെ പെടലിക്കും കഴുത്തിനും കൂടെ ചേർത്തൊരു ഒറ്റയടി. ഡോക്ടറിന്റെ ബോധം പോയി. എന്നിട്ട് ഡോക്ടറിന്റെ കയ്യിലുണ്ടായിരുന്ന ബെല്ലേറോ ഫോൺ എന്ന ആന്റിവൈറസ് ഉള്ള ആ ഒരു ബാഗും എടുത്ത് കുറച്ചു മുമ്പ് ഈ പ്ലെയിന്റെ പുറകിലോട്ട് നടന്നു പോയാൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ പുള്ളിക്കാരൻ അങ്ങേരുടെ കയ്യിൽ കൊടുക്കുന്നു നമ്മുടെ ഈതൻ. അപ്പൊ ഇവരെല്ലാം ഈതന്റെ ആളുകളാണ്. പൈലറ്റും ഇയാളും ഒക്കെ ഈതന്റെ കൂടെ വന്നവരാണ്. അല്ല വെയിറ്റ്, ഇത് നമ്മുടെ ഈതനേ അല്ല, ഈതന്റെ ഫേസ് മാസ്ക് ഇട്ട മറ്റൊരുത്തനാണ്. ഇങ്ങേരാണ് വില്ലൻ. പേര് ഷോൺ ആംബ്രോസ്. നല്ല അടിപൊളി പേര് അല്ലേ? യുവമാരെല്ലാരും കൂടെ പ്ലാൻ ചെയ്ത് നമ്മുടെ ഹീറോയുടെ ഫേസ് മാസ്കും അവന്റെ ശബ്ദത്തിൽ സംസാരിക്കാനുള്ള ഡിവൈസസും ഒക്കെ യൂസ് ചെയ്ത് ഡോക്ടറിനെ പറ്റിച്ച് തങ്ങൾ IMF ഏജൻസ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞ് പറ്റിച്ച് ആ പ്ലെയിനിലുള്ള മുഴുവൻ ആളുകളുടെയും ജീവിതം റിസ്കിലാക്കി ഇവർക്ക് ആവശ്യമുള്ളത് സ്വന്തമാക്കാൻ, അതായത് ആ ഡോക്ടറിന്റെ കയ്യിലുള്ള ബാഗ് അത് സ്വന്തമാക്കാൻ വേണ്ടി വന്നതാണ്. ഇവർ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു. ബാഗ് കിട്ടി, ദെൻ പ്ലെയിനിൽ നിന്ന് എടുത്ത് ചാടാൻ ആവശ്യമായിട്ടുള്ള സ്യൂട്ടൊക്കെ ധരിച്ച് പ്ലെയിനിൽ നിന്ന് എടുത്ത് ചാടുന്നു. ആ പ്ലെയിൻ ഒരു മലനിരകളുള്ള ഏരിയയിലേക്ക് ചെല്ലുന്നു. പ്ലെയിനിൽ വാണിങ്ങി വരുന്നു. മയങ്ങി കിടന്ന പൈലറ്റുമാരിൽ ഒരാളൊന്ന് ബോധം തെളിഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് തൊട്ടുമുന്നിൽ വലിയൊരു മൗണ്ടെയിൻ. അങ്ങനെ പെട്ടെന്ന് പ്ലെയിൻ ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കാര്യം ഉണ്ടായില്ല. പ്ലെയിൻ മൗണ്ടെയിനിൽ ഇടിച്ചു കയറി അതിലുണ്ടായിരുന്ന സകല ആളുകളും മരിച്ചു. ഇവരെയൊക്കെ രക്ഷിക്കേണ്ട ഒരുത്തനുണ്ടല്ലോ, നമ്മുടെ ഹീറോ ഈതൻ ഹണ്ട്. അവനിപ്പോൾ എവിടെയാണോ എന്തോ പറഞ്ഞ് നാവെടുത്തില്ല. ദേ ഏതോ ഒരു വലിയ മൗണ്ടനിൽ തൂങ്ങിക്കിടക്കുന്നു. അത് അങ്ങനെ ഒരുത്തൻ അഡ്വഞ്ചറസ് ആയിട്ട് എന്ത് കണ്ടാലും ഇങ്ങേർക്ക് ഉടനെ ചെയ്തേ പറ്റൂ. ഇങ്ങേരുടെ ബോഡി ഡബിൾസ് ഒക്കെ താഴെ കസറയിലിരുന്ന് കാറ്റ് കൊള്ളുന്നു. ഇങ്ങേരിതാ മല വലിഞ്ഞു കയറുന്നു. എജ്ജാതി മനുഷ്യൻ, ചില്ലറ കഴപ്പൊന്നുമല്ല. ഡോഡോഡോ മുട്ടൊക്കെ ഒന്ന് തെന്നിപ്പോയാൽ താൻ തീർന്നു. ആരോട് പറയാൻ. ഇതാ പിന്നെയും വലിഞ്ഞു കയറുന്നു. കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. പതിയെ പതിയെ പിടിച്ച് വളരെയധികം ശ്രദ്ധിച്ച് പൗഡറൊക്കെ ഇട്ട് ഒരു വിധത്തിൽ വലിഞ്ഞ് മേപ്പോട്ട് കയറുന്നു. പോട്ടെന്ന് വെക്കാം. ഇതൊന്നും പോരെന്ന് അങ്ങേർക്ക്. അപ്പുറത്തെ മലയിൽ ഇപ്പുറത്തെ മലയിലോട്ട് എടുത്ത് ചാടുന്നു. ഗ്രിപ്പ് കിട്ടിയില്ല. തെന്നിയൊരൊറ്റ പോക്ക്. ഭാഗ്യത്തിന് കൈ കൊണ്ട് കയറി പിടിച്ചു. തൂങ്ങിക്കിടന്ന് അഭ്യാസം കാണിക്കാതെ എങ്ങനെയെങ്കിലും പിടിച്ച് മേലോട്ട് കയറി പോകും. ഇതെന്താണ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു? കണ്ണൊക്കെ അടച്ചല്ലോ. യോഗ ചെയ്യുവാണോ അതോ പെണ്ണ് കിട്ടാൻ വേണ്ടി തപസിരിക്കുവാണോ? അങ്ങനെ എന്തൊക്കെയാലും നന്നായിട്ട് മെനക്കെട്ട് ഒരു വിധത്തിൽ വലിഞ്ഞ് അതിന്റെ മുകളിൽ കയറി. എന്നിട്ട് ഉദ്ദേശിച്ച കാര്യം നേടിയവന്റെ സാറ്റിസ്ഫാക്ഷൻ നിറഞ്ഞൊരു ചിരിയുണ്ട്. അയ്യവ. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഇതെന്തായാലും മാസ്ക് വെച്ചവനല്ല നമ്മുടെ ഹീറോ, ശരിക്കുള്ള ഈതൻ തന്നെയാണ്. ഇങ്ങനെ മലയൊക്കെ വലിഞ്ഞു കയറി ഇമാതിരി പരിപാടി കാണിക്കാൻ ഒറിജിനലിനെ കൊണ്ടേ പറ്റൂ, അല്ലാതെ മാസ്ക് ഇട്ടവനെ കൊണ്ടൊന്നും ഇമാതിരി പരിപാടി കാണിക്കാൻ പറ്റൂല. ഇങ്ങനെ ഈതൻ ഹണ്ട് ആ മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ ഒരു ഹെലികോപ്റ്റർ വരുന്നു. ആണ്ടെ കോപ്റ്ററിനകത്തുള്ള ഒരു പുള്ളിക്കാരൻ നമ്മുടെ ഹീറോ നിൽക്കുന്ന മലയിലേക്ക് മിസൈൽ അയക്കുന്നു. അത് നമ്മുടെ ഈതിന് വേണ്ടിയുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. മിസൈലിന്റെ പിൻഭാഗം ഓപ്പൺ ചെയ്തപ്പോൾ അതിനകത്തുനിന്ന് ഒരു കണ്ണാടി കിട്ടി. ഇയർ പീസസ് ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള ഒരു കണ്ണാടി. ഇത് തന്നെ സാധനം. ഇവന്മാർ ഈ സിനിമയൊക്കെ കണ്ട് കോപ്പി അടിച്ചതായിരിക്കണം. നമ്മുടെ ഈതൻ ആ സൺഗ്ലാസ് വിയർ ചെയ്യുമ്പോൾ ഇവന്റെ അടുത്ത മിഷനെ പറ്റിയുള്ള ഇൻഫർമേഷൻ പറയുന്നു. ഓസ്ട്രേലിയയിലുണ്ടായിരുന്ന ഡോക്ടർ നെക്രോവിച്ചും ഡോക്ടർ ഗ്രാഡ്സ്കിയും കൂടെ ചേർന്ന് കണ്ടുപിടിച്ച ഖൈമേറ എന്ന വളരെ വളരെ അപകടം വിധിക്കാൻ സാധിക്കുന്ന ആ ഒരു വൈറസ്, അതിന്റെ ആന്റിവൈറസ് ബല്ലേറോ ഫോൺ, ഇതെല്ലാം ഒരു കൂട്ടർ കൈക്കലാക്കിയിരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് നിങ്ങളുടെ അടുത്ത മിഷൻ. സോ ഏജന്റ് ഈതൻ ഹണ്ട്, നിങ്ങളുടെ ഈ മിഷന് വേണ്ടി നിങ്ങൾക്ക് 2 ടീം മെമ്പേഴ്സിനെ ഹയർ ചെയ്യാം. ഈ മിഷനിൽ നിങ്ങളുടെ ടീമിലെ 3ാമത്തെ ആൾ ഇവളായിരിക്കണം. ഇവളുടെ പേര് നയ നോട്ട് ഓഫ് ഹാൾ. ആളൊരു എക്സ്പേർട്ട് പ്രൊഫഷണൽ കള്ളിയാണ്. ഈ മിഷന് നമുക്ക് അവളുടെ സഹായം വേണം. നിനക്ക് 48 മണിക്കൂർ സമയം തരാം. അതിനുള്ളിൽ ഇവളെ കണ്ടുപിടിച്ച് സെവില്ലയിൽ വന്ന് എന്നെ മീറ്റ് ചെയ്യണം. ഫർദർ ഡീറ്റെയിൽസ് അവിടെ വെച്ച് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഇൻഫർമേഷൻ നീ ഇപ്പോൾ കേട്ട ഈ ഗ്ലാസ് 5 സെക്കൻഡിനുള്ളിൽ പൊട്ടിത്തെറിക്കും. അത് പിന്നെ അങ്ങനെയാണല്ലോ, IMFന്റെ ഓപ്പറേഷൻസ് ഒക്കെ അത്ര അതീവ രഹസ്യമായിരിക്കും. അങ്ങനെ നമ്മുടെ ഹീറോ സ്പെയിനിലെ സെവില്ലയിൽ എത്തുന്നു. അവിടെ ഒരു വലിയ ബംഗ്ലാവിൽ ഒരു പാർട്ടി നടക്കുന്നു. കുറെ പെൺകുട്ടികൾ അവിടെ ഫ്ലമംഗോ രീതിയിലുള്ള, അതായത് സ്പെയിനിലെ രീതിക്ക് അനുസരിച്ചുള്ള ഡാൻസ് ഒക്കെ ചെയ്യുന്നു. അവിടെ ആ പാർട്ടിയിൽ ആരെയോ തിരിഞ്ഞുകൊണ്ട് അങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ് നമ്മുടെ ഹീറോ. മറ്റാരെയുമല്ല, നയ, ആ പ്രൊഫഷണൽ കള്ളി. ഇവന്റെ അടുത്ത മിഷന്റെ ഭാഗമാക്കണമെന്ന് ഇവൻ ഇൻസ്ട്രക്ഷൻ കിട്ടിയ ആ പുള്ളിക്കാരി. നോക്കി നമ്മുടെ ഹീറോ ഈതൻ ഹണ്ട് നയയെ കണ്ടെത്തുന്നു. നയയും ഹീറോയെ കണ്ടു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. രണ്ടാളുടെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം ഉടക്കുന്നു. ഈതൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു ചെല്ലാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അവളെ കാണാനില്ല. കണ്ണും ഉടക്കി നിന്ന സമയം പെട്ടെന്ന് എന്തോ സംഭവിച്ചു. ഈതന്റെ ശ്രദ്ധ മാറി അവൾ ആ ഗ്യാപ്പിൽ രക്ഷപ്പെട്ടു. ഈ ബംഗ്ലാവിൽ അവിടെ ഇവിടെയായിട്ട് കുറെ സെക്യൂരിറ്റീസിനും ഉണ്ട്. അങ്ങനെയുള്ള സെക്യൂരിറ്റീസിന്റെ ഒന്നും കണ്ണിപ്പെടാതെ അവരുടെ കണ്ണ് വെട്ടി ചിന്നായ ഓടി ഫസ്റ്റ് ഫ്ലോറിൽ കയറുന്നു. താഴെ ഫ്ലമംഗോ ഡാൻസ് നടക്കുന്നതുകൊണ്ട് തന്നെ ആ ഡാൻസേഴ്സ് ഉണ്ടാക്കുന്ന ശബ്ദം കാരണം ഇവൾ ഓടി പോകുന്നതിന്റെ ശബ്ദം ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ആ ഡാൻസേഴ്സിന്റെ സ്റ്റെപ്പിനനുസരിച്ചാണ് നയയും മൂവ് ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ ഓടി കയറുന്ന നയ അവിടെയുള്ള ഒരു ബാത്ത് ടബിൽ കയറുന്നു. ബാത്ത് ടബിന്റെ അടുത്ത് ഒരു സീക്രട്ട് ബോക്സ് ഉണ്ട്. അവിടെ അതീവ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന എന്തോ ഒരു വിലപ്പെട്ട സാധനം മോഷ്ടിക്കാൻ വേണ്ടിയാണ് നയ ഇവ വന്നിരിക്കുന്നത്. അങ്ങനെ അവൾ ആ പെട്ടി തുറക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഹീറോ അവളെ കണ്ടുപിടിച്ചു. ആരാ നീ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ഈ കള്ളി നമ്മുടെ ഹീറോയോട്. ഞാനും ഇത് മോഷ്ടിക്കാൻ വന്നതാ. രക്ഷപ്പെട്ടു. ആദ്യം ഇവിടുത്തെ സെക്യൂരിറ്റി വല്ലതും ആയിരിക്കും എന്ന് കരുതി ഇവൾ ആകെ അങ്ങ് പേടിച്ചിരുന്നു. അന്നേരം അതുവഴി ആ ബംഗ്ലാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി കയറി വരുന്നു. ഇങ്ങോട്ട് വാങ്ങട് എന്ന് പറഞ്ഞ് നയ നമ്മുടെ ഹീറോയെയും പിടിച്ച് രണ്ടുപേരും ബാത്ത് ടബിൽ വീഴുന്നു. ആ ബാത്ത് ടബിൽ ഒളിക്കുന്നു. അതുവഴി കയറി വന്ന വ്യക്തി ഇവരെ കാണാതെ അവിടുന്ന് മാറിപ്പോയി കഴിഞ്ഞപ്പോൾ, അതെ
ഞാൻ മുകളിൽ വരുന്നതായിരിക്കും നല്ലത്, നിനക്ക് ഓക്കെ അല്ലേ? മുകളിലോ താഴെയോ എനിക്ക് ഏതായാലും ഓക്കെയാ. അങ്ങനെ നമ്മുടെ ഈദന്റെ മണ്ടയ്ക്ക് കയറിയിരുന്ന നായ അവിടുത്തെ ആ ഒരു സീക്രട്ട് ബോക്സിൽ നിന്ന് അവൾ മോഷ്ടിക്കാൻ വന്ന സാധനം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അതെ, നീ ഇപ്പൊ തുറക്കാൻ ശ്രമിക്കുന്ന പെട്ടിയിലല്ലാതെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബോക്സ് തുറക്ക്. അങ്ങനെ നായ ആ പെട്ടി തുറക്കുന്നു. തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ കോടികൾ വിലമതിക്കുന്ന ഒരു നെക്ലേസ് ആണ്. അവൾ ആ നെക്ലസ് എടുത്ത് അവളുടെ രഹസ്യ അറയിൽ ഒളിപ്പിച്ചു. എന്നിട്ട് ആ നെക്ലസ് വെച്ചിരുന്ന ബോക്സിനായി അടയ്ക്കുമ്പോഴാവട്ടെ ആ ഒരു ബംഗ്ലാവ് മുഴുവൻ അലാം ഉണ്ടായി. പെട്ടു. ഇതുവരെ എല്ലാ കാര്യവും കറക്റ്റായിട്ട് ചെയ്ത് നെക്ലസും എടുത്തു കഴിഞ്ഞിട്ട് ആ ബോക്സ് അടയ്ക്കാൻ പോയി മണ്ടത്തരം കാണിച്ചു. സെക്യൂരിറ്റീസ് എല്ലാം ഓടി വന്നു. അവിടുത്തെ മെയിൻ ആൾ അങ്ങോട്ട് ഓടി വരുമ്പോൾ എല്ലാവരും ഗണ്ണ് മാറ്റ്, ഇദ്ദേഹം നമ്മുടെ പുതിയ സെക്യൂരിറ്റി ഓഫീസറാണ്. അങ്ങനെ നമ്മുടെ ഈദനെ പറ്റിയാണ് പറയുന്നത്. ഈദൻ അവിടെ ഒരു സെക്യൂരിറ്റി ഓഫീസറാണെന്ന് പറഞ്ഞാണ് കയറിയിട്ടുള്ളത്. ഉടനെ ഈദൻ, ആരും പേടിക്കണ്ട, ഞങ്ങളിവിടെ ഒരു ടെസ്റ്റ് നടത്തിയതാണ്, ഈ സിസ്റ്റം എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. എങ്കിലും അലാം റിംഗ് ചെയ്യുന്ന ടൈമിനകത്ത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അലാം കുറച്ചുകൂടെ ഏർലി റിംഗ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവൻ ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നു. നയ തന്റെ അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞ് അവർക്ക് അവളെ പരിചയപ്പെടുത്തുന്നു. ദെൻ നയ മോഷ്ടിച്ച് നെക്ലസ് തിരിച്ചു കൊടുക്കാൻ പറയുന്നു. അവൾക്കും വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരി അത് തിരിച്ചു കൊടുത്തു. അങ്ങനെ അവിടെ നിന്ന് ഇവർ രണ്ടാളും പുറത്തിറങ്ങി വരുമ്പോൾ നമ്മുടെ ഹീറോ അവളോട് ഒരു വർക്കുണ്ട്, നീയും ആ വർക്കിന്റെ ഭാഗമാവണമെന്നൊക്കെ പറഞ്ഞ് ഇവളോട് സംസാരിക്കുന്നു. ഇവളാണെങ്കിൽ ആ നെക്ലസ് കിട്ടാത്തതിന്റെ കൽപ്പിലാണ്. അവിടെ സെക്യൂരിറ്റീസ് ഒക്കെ ഓടിക്കൂടി കഴിഞ്ഞ് ഓണറും വന്നു കഴിഞ്ഞ് ഇവർക്ക് ഈസി ആയിട്ട് അവിടുന്ന് നെക്ലസും കൊണ്ട് പുറത്തു വരാൻ അവസരമുണ്ടായിരുന്നു. പക്ഷേ ഈദ് സമ്മതിച്ചില്ല. അവൻ ഇവളോട് നെക്ലസ് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ് ഇവളെ കൊണ്ട് നെക്ലസ് തിരിച്ചു കൊടുപ്പിച്ചു. അതുകൊണ്ട് അയ്യോ നിന്റെ കൂടെ ഒരു വർക്കിനും എനിക്ക് താല്പര്യമില്ല, ഞാൻ എന്റെ വഴിക്ക് പൊക്കോളാം എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. ശേഷം അടുത്ത ദിവസം നമ്മുടെ നായ വലിയ ക്ലിഫ് റോഡുകളിലൂടെ കാർ ഓടിച്ച് അങ്ങനെ പോകുമ്പോൾ ദേ നമ്മുടെ ഈദൻ അവളെ ഫോളോ ചെയ്ത് ചെല്ലുന്നു. ഹേയ്, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് ആവശ്യമുണ്ട്. നീ എന്നെ ഹെൽപ്പ് ചെയ്താൽ ഇതുവരെ നിന്റെ പേരിലുള്ള എല്ലാ ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്നും എനിക്ക് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. എനിക്ക് അതിനുള്ള അധികാരമുണ്ട് എന്നിങ്ങനെയൊക്കെ ഈദൻ സംസാരിക്കുമ്പോൾ, ഓ അപ്പൊ നീ ഒരു സ്പൈ ആണല്ലേ, എനിക്ക് നിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. ഇനിയിപ്പോൾ ഞാൻ വർക്ക് ചെയ്തേ പറ്റൂന്നാണെങ്കിൽ നീ ആദ്യം എന്നെ ഒന്ന് ചേസ് ചെയ്ത് പിടിക്കുന്നു പറഞ്ഞ് അവൾ വേഗത്തിൽ കാർ ഓടിച്ചു പോകുന്നു. പിന്നെ അങ്ങോട്ട് ഒരു അടിപൊളി ചേസിങ് സീൻ. എന്തൊക്കെയാണോ റോഡിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന കാറുകളിലുള്ള ആളുകളൊക്കെ ഇവരുടെ ഈ പരാക്രമം കണ്ട് പച്ചത്തെറിയും വിളിച്ചു പറഞ്ഞിട്ടാണ് പോകുന്നത്. ചേസിനൊടുക്കം നൈക്ക് പ്രോപ്പറായിട്ട് കാർ കൺട്രോൾ ചെയ്യാൻ പറ്റാതായി റോഡിൽ കിടന്ന് വട്ടം തിരിഞ്ഞ് കറങ്ങി ഡ്രിഫ്റ്റ് ചെയ്ത് താഴേക്ക് പോയില്ല എന്നുള്ള മട്ടിൽ അറ്റത്ത് ചെന്ന് അങ്ങനെ നിന്നു. കൃത്യസമയത്ത് ഈദൻ ആക്ട് ചെയ്ത് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അടുത്ത ദിവസം ഒരു പോസ്റ്റർ അടിക്കായിരുന്നു. നയ നോർഡോഫ് ഹാൾ നിര്യാതയായി, കാലമേ പിറക്കുമോ ഇനിയും ഇതുപോലൊരു കള്ളി, വേൾഡ് തീഫ് അസോസിയേഷൻ. ഈദൻ കൃത്യമായി ഇടപെട്ടതുകൊണ്ട് അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അവളെ രക്ഷിച്ചു, അവൾ ഇംപ്രസ്ഡ് ആയി. അങ്ങനെ നമ്മുടെ ഈദൻ ആവശ്യപ്പെട്ട പോലെ അവന്റെ കൂടെ വർക്ക് ചെയ്യാമെന്ന് അവളും സമ്മതിക്കുന്നു. അവിടെ വെച്ചൊരു കിസ്സൊക്കെ അടിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാം വളരെ വേഗത്തിലായിരുന്നു. പിന്നെ നമ്മുടെ ആളെ അറിയാലോ, പുള്ളിക്കാരൻ ഈ സ്ലോ ആക്കി പതുക്കെയുള്ള പരിപാടിയൊന്നുമില്ല, എല്ലാം ഷടുപടയും നടന്നിരിക്കണം. നയയുടെ സ്റ്റൈൽ കണ്ടിട്ടാണോ, ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടാണോ, അതോ അവളുടെ സൗന്ദര്യം കണ്ടിട്ടാണോ, എന്തൊക്കെയോ കൊണ്ട് നമ്മുടെ ഹീറോയ്ക്ക് അവളെ ശരിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ ഹീറോ അവന് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഇൻഫോർമേഷനൊക്കെ അനുസരിച്ച് സ്പെയിനിൽ സെവില്ലയിൽ IMF ഹെഡിന്റെ അടുത്തെത്തുന്നു. IMF ഹെഡ് ഈദനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഡോക്ടർ നെക്രോവിച്ച് മരിച്ചുപോയി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൊളയും കൂടെ ചേർന്ന് കണ്ടുപിടിച്ച വൈറസ്, അതിന്റെ ആന്റി വൈറസ്, അതെല്ലാം എതിരാളികൾ സ്വന്തമാക്കി. പ്ലെയിൻ ക്രാഷിൽ ഡോക്ടർ നെക്രോവിച്ചും കൊല്ലപ്പെട്ടു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അല്ല, ഇതെങ്ങനെ ശരിയാവും? ഡോക്ടർ നെക്രോവിച്ച് ദിമിത്രി എന്ന് എന്നെയല്ലേ വിളിക്കുന്നേ? ഞാൻ ചെല്ലാതെ അദ്ദേഹം ഫ്ലൈറ്റിൽ കയറില്ലല്ലോ. അത് ഈദൻ, നീ ഈ വെക്കേഷനൊക്കെ പോയി കഴിഞ്ഞാൽ വല്ല മലയിലും കുന്നിലും ഒക്കെ വലിഞ്ഞു കയറി എവിടെയെങ്കിലുമൊക്കെ പോകും. നിന്നെപ്പറ്റി ഒരു ഇൻഫോർമേഷനും ഇല്ലാതിരുന്ന സമയത്ത് നിന്റെ ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് ഞാൻ മറ്റൊരു ഏജന്റിനെ ഈ ഓപ്പറേഷൻ ചെയ്യാൻ അങ്ങോട്ട് അയച്ചു, ഷോൺ ആംബ്രോസ്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല അവനൊരു സെക്കൻഡ് പ്ലാൻ ഉണ്ടായിരുന്നു. എത്രയും വേഗം നമുക്ക് അവനെ കണ്ടുപിടിക്കണം. ഈ വൈറസ് എങ്ങാനും സ്പ്രെഡ് ആയാൽ നമ്മളെ കൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, എന്താ നമ്മുടെ മുന്നിലുള്ള ലീഡ്? ആക്ച്വലി ഇപ്പം നമുക്ക് ലീഡായിട്ടൊന്നുമില്ല, പക്ഷേ ഒരു വഴിയുണ്ട്. നിന്റെ കൂടെയുള്ള ന്യായ അവളെ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു സമയത്ത് ഈ ഷോൺ ആംബ്രോസിന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു അവള്. ഇപ്പോൾ അവൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനോ അവനെ ഒന്ന് ട്രിഗർ ചെയ്യാനോ ഇവളെ ഒരു ബൈറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിന് ഈ ഐഡിയ ഒട്ടും അങ്ങോട്ട് സൂചിക്കുന്നില്ല കേട്ടോ. അവളൊരു കള്ളിയൊക്കെയാണ്, പക്ഷേ ഇമാതിരി ഒരു ഓപ്പറേഷന്, അതും ഒരു IMF ഏജന്റ്, എല്ലാ തരത്തിലുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ളൊരു പുള്ളിക്കാരൻ വില്ലനായിട്ട് നിൽക്കുമ്പോൾ അതിനിടയിലേക്ക് അവളെ ഇറക്കി വിടുന്നത് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ലെന്നാണ് നമ്മുടെ ഈദൻ പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാൽ ഇവർക്ക് മുന്നിൽ ഇപ്പോൾ വേറെ വഴിയില്ല. ആംബ്രോസിനെ കണ്ടുപിടിക്കാനും അവന്റെ പ്ലാനൊക്കെ പൊളിക്കാനും ഇവളുടെ സഹായം വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ ചെയ്തേ പറ്റൂ. തുടർന്ന് നമ്മുടെ നായകൻ ആ പ്ലെയിൻ ക്രാഷും അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ നയയെ കാണിച്ചു കൊടുത്തിട്ട്, ഇതിനെല്ലാം കാരണം നിന്റെ പഴയ കാമുകനാണ്, അവനിപ്പോൾ അവൻ്റെ ഏജൻസി IMFനെ തന്നെ ചതിച്ചിരിക്കുകയാണ്, നീ വിചാരിച്ചെങ്കിൽ എന്തെങ്കിലും നടക്കും എന്നൊക്കെ പറയുമ്പോൾ അവളും നമ്മുടെ ഹീറോയെ വിശ്വാസമുള്ളതുകൊണ്ട് മാത്രം ഈ ഒരു മിഷന് തയ്യാറാണെന്ന് പറയുന്നു. സോ ഇനിയിപ്പോൾ എന്താണ്, നമ്മുടെ ഹീറോയിനെ അഥവാ നമ്മുടെ നയയെ അവളുടെ പഴയ കാമുകൻ്റെ അടുത്ത് എത്തിക്കണം. അതിനുവേണ്ടി ഇവൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതായിട്ട് ഫേക്ക് ചെയ്ത് ആ ന്യൂസ് ഒരുപാട് ഏജൻസികളിലൂടെ സ്പ്രെഡ് ചെയ്യുന്നു. ആ ഒരു പ്ലെയിൻ ക്രാഷിന് ശേഷം ഷോൺ ആംബ്രോസ് തങ്ങൾക്ക് നേരെ എന്തെങ്കിലും പണി വരുന്നുണ്ടോ എന്നുള്ള കാര്യം പല ഏജൻസികളിലും പല ന്യൂസ് പ്ലാറ്റ്ഫോംസിലും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് ഇവളുടെ വാർത്ത കണ്ടാൽ ആ ഒരു സാധ്യതയെ ഷോൺ ആംബ്രോസും ഇവളും തമ്മിൽ വീണ്ടും കണ്ടുപിട്ടാനുള്ള സാധ്യതയെ അവിടെ യൂട്ടിലൈസ് ചെയ്യുവാണ് നമ്മുടെ ഹീറോ. നയയുടെ കാലിനകത്ത് ഒരു GPS ഡിവൈസ് വെക്കുന്നുണ്ട്. ആ ഒരു ഡിവൈസ് ഒരു സാറ്റലൈറ്റ് യൂസ് ചെയ്ത് ഒരൊറ്റ കമ്പ്യൂട്ടറിലൂടെ മാത്രമേ ട്രാക്ക് ചെയ്യാൻ സാധിക്കൂ. അവളെ ഈ ഭൂമിയിൽ എവിടെയാണെങ്കിലും അവളെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതും ഏറ്റവും ക്ലോസ് ആയിട്ട് 3 മീറ്റർ ഡിസ്റ്റൻസ് വരെ അവളെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ എന്തൊക്കെയായാലും നമ്മുടെ ഹീറോ പ്രതീക്ഷിച്ച പോലെ ഷോൺ ആംബ്രോസ് നമ്മുടെ ഹീറോയിനെ നയയെ പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അവളെ അവന്റെ സ്ഥലത്തേക്ക് വിളിക്കുന്നു. അവളും അവനെ മീറ്റ് ചെയ്യാൻ ചെല്ലുന്നു. അങ്ങനെ ആ ഒരു പഴയ പ്രണയ ജോഡികൾ വീണ്ടും അവിടെ വെച്ച് ഒന്നിക്കുന്നു. ദെൻ നമ്മുടെ ഹീറോ രണ്ടുപേരെ അവന്റെ ടീമിലേക്ക് ഹയർ ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ കഴിഞ്ഞ സിനിമയ്ക്ക്
കാണിക്കാത്ത കണ്ട് ലൂതറും മറ്റൊന്ന് ബില്ലി എന്നൊരു പുള്ളിക്കാരനും. ഷോൺ ആംബ്രോസിന്റെ അവിടെ ചെല്ലുന്ന നമ്മുടെ ഹീറോയിനെ അങ്ങേറെ ആളുകൾ ഫുൾ ചെക്ക് ചെയ്യുന്നുണ്ട്, ഫുൾ സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ട്. ആക്ച്വലി അവളുടെ കാലിലൊരു GPS ഡിവൈസ് വെച്ചിട്ടുണ്ടെങ്കിലും അവരുടെ സ്കാനിങ്ങിൽ അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്നാലും അവളെ പൂർണ്ണമായിട്ട് അവർ വിശ്വസിക്കുന്നില്ല. ഇവള് മേ ബി ഒരു സ്പൈ ആയിരിക്കാമെന്ന് അവർ കരുതുന്നു. അതിൽ ഹ്യൂ എന്നൊരു പുള്ളിക്കാരൻ ഷോണിന്റെ അടുത്ത് ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നു തീരുന്നവരെ ഇവളെ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവളെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന ഒരു മണ്ടത്തരമായി പോയെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഇത് കേട്ടതും ഷോൺ ആംബ്രോസിന് ദേഷ്യം വരുന്നു. അങ്ങേര് ഹ്യൂവിന്റെ വിരല് പിടിച്ച് ഈ സിഗരറ്റൊക്കെ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു സാധനമില്ലേ, അതിനകത്ത് കയറ്റി ഞാനത്ര പൊട്ടനാണെന്ന് കരുതിയോ? അവളെ ഏതെങ്കിലും സ്പൈ ഗ്രൂപ്പ് അയച്ചതാണെങ്കിലും അല്ലെങ്കിലും അവളെ പോലെ ഒരാളെ ഫീൽ ചെയ്യാൻ കിട്ടുന്ന അവസരം ഞാൻ ഇതിന് പാഴാക്കണം. ഇനിയിപ്പോൾ ഇവളെ ആരെങ്കിലും അയച്ചതാണെന്ന് വെച്ചോ, എന്നാലും പ്രശ്നമില്ല. നമ്മുടെ ഒരു ഇൻഫോർമേഷനും ആർക്കും ചോർത്താൻ പറ്റത്തില്ല. പിന്നെ നീ ഇപ്പൊ കാണിച്ച പോലെ അധികാരത്തോടെ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കരുത് എന്നും പറഞ്ഞ് ഷോൺ ആംബ്രോസ് അങ്ങേറാളായിട്ടുള്ള ഹ്യൂവിന്റെ വിരലിന്റെ അറ്റ മുറിച്ച് കളയുന്നു. ശേഷം പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഷോൺ ആംബ്രോസും നമ്മുടെ ഹീറോയിനും ഹോഴ്സ് റേസിങ്ങിനൊക്കെ പോകുന്നുണ്ട്. ഹീറോയിൻ അവൾക്ക് ഇഷ്ടമുള്ള കുതിരയിൽ ബെറ്റ് വെക്കുന്നു, അവരത് ജയിക്കുന്നു. ഷോൺ ആംബ്രോസിനൊക്കെ ഭയങ്കര സന്തോഷം. ഹീറോയിൻ ഇങ്ങനെ ഇന്റലിജന്റ് ആയിട്ട് തീരുമാനം എടുക്കുന്നതിൽ ഒരു പുലിയാണെന്ന് പറയാം. ഹ്യൂവും അവിടെ തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസം മുറിച്ച് കളഞ്ഞ വിരലിലെ തുണിയൊക്കെ ചുറ്റി അങ്ങനെ ഒരു കണ്ടീഷനിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഷോൺ ആംബ്രോസ് അവിടെ നിന്ന് മാറിപ്പോയി. നമ്മുടെ ഹീറോയിൻ അവിടെ ഒറ്റയിരിക്കുന്ന സമയം നമ്മുടെ ഹീറോയുടെ ടീമിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ബില്ലി, ആ പുള്ളിക്കാരൻ നമ്മുടെ ഹീറോയിന് ഒരു ബുക്ക് കൊണ്ട് കൊടുക്കുന്നു. അവൾ അത് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു ഇയർ പീസ് ഉണ്ട്. അത് അവളുടെ ചെവിയിൽ വെക്കാൻ എഴുതിയിരിക്കുന്നു. അവളും അതെടുത്ത് ചെവിയിൽ വെക്കുമ്പോൾ നമ്മുടെ ഹീറോ അവളോട് സംസാരിക്കുന്നു. കൈമേറ എന്ന വൈറസും അതിന്റെ ആന്റി വൈറസും കൂടിയ വിലയ്ക്ക് വിൽക്കാനാണ് ആംബ്രോസ് ശ്രമിക്കുന്നത് എന്ന് മാത്രമേ നമ്മുടെ ഹീറോയിൻ ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ ഹോഴ്സ് റേസിംഗ് നടക്കുന്ന ഈ ഒരു സ്ഥലത്ത് വന്ന് നമ്മുടെ ആംബ്രോസ് ഇവിടെ വെച്ച് ഡോൺ മെക്ലോയ് എന്നൊരു മനുഷ്യനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആരാണെന്നാൽ ഈ വൈറസും ആന്റിവൈറസും ഒക്കെ ക്രിയേറ്റ് ചെയ്ത ഓസ്ട്രേലിയയിലെ ഒരു കമ്പനി ഉണ്ടല്ലോ, ബയോസൈറ്റ് ഫാർമസ്യൂട്ടിക്കൽസ്, ആ കമ്പനിയുടെ CEO ആണ്. ഇയാളുടെ ആവശ്യപ്രകാരമായിരുന്നു വൈറസും ആന്റിവൈറസും ക്രിയേറ്റ് ചെയ്തത്. ഇയാളുടെ ഉദ്ദേശമോ വൈറസ് സാധാരണ ജനങ്ങളിൽ പരത്തി വിട്ടിട്ട് ഇങ്ങരുടെ പക്കലുള്ള ആന്റിവൈറസ് പുറത്തിറക്കാം. അതാകുമ്പോൾ ആളുകൾ എത്ര രൂപ കൊടുത്തിട്ടായാലും ഇയാളുടെ പക്കലുള്ള ആന്റിവൈറസ് സ്വന്തമാക്കാൻ ശ്രമിക്കുമല്ലോ. അങ്ങനെ ലോകത്തെ തന്നെ കൺട്രോളിലാക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ അത് ക്രിയേറ്റ് ചെയ്ത ഡോക്ടറിന് ഇതിന്റെ അപകടം മനസ്സിലാക്കി പുള്ളിക്കാരൻ IMFനെ കോൺടാക്ട് ചെയ്ത് പിന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ കമ്പനി CEOയുടെ കയ്യിൽ വൈറസും ഇല്ല, ആന്റിവൈറസും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ തന്റെ കമ്പനിക്ക് വേണ്ടി താൻ പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത വൈറസും ആന്റിവൈറസും ഷോൺ ആംബ്രോസിൽ നിന്ന് വാങ്ങാനായിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇതിനിടയിൽ ഇവർ ഇമാതിരി ഒരു കളി കളിച്ചതുകൊണ്ട് ഷോൺ ആംബ്രോസിന് മില്യൺസ് കിട്ടും. ഈ CEO ആയിട്ടുള്ള ജോൺ മെക്ലോയി ആവശ്യമുള്ള പണം അങ്ങേർക്ക് കൊടുക്കും. മെക്ലോയുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഷോൺ ആംബ്രോസ് മെക്ലോയി ഒരു ക്യാമറയിലുള്ള വിഷ്വൽസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നു. ആ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ മെക്ലോയി ഞെട്ടിപ്പോകുന്നതായിട്ടും കാണാം. ഇതെല്ലാം നമ്മുടെ ഈതനൊക്കെ ദൂരെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ആ ക്യാമറയിൽ ഇട്ടിരുന്ന മെമ്മറി കാർഡ് ഒരു പുള്ളിക്കാരൻ ഒരു എൻവലപ്പിനകത്ത് വെച്ച് അങ്ങേരുടെ ലെഫ്റ്റ് ജാക്കറ്റിന്റെ പോക്കറ്റിൽ വെക്കുന്നുണ്ട്. ഏനയ ഷോണിന്റെ ജാക്കറ്റിന്റെ ലെഫ്റ്റ് സൈഡിലെ പോക്കറ്റിൽ ഒരു എൻവലപ്പ് ഉണ്ട്, നീ അതെടുത്ത് എനിക്ക് കൊണ്ട് തരണം എന്ന് നമ്മുടെ ഹീറോ പറയുന്നു. തുടർന്ന് ഷോൺ തിരികെ നമ്മുടെ ഹീറോയിന്റെ അടുത്ത് വരുമ്പോൾ അവൾ തന്ത്രപരമായിട്ട് അവളൊരു പ്രൊഫഷണൽ കള്ളിയാണല്ലോ, അവൻ പോലും അറിയാതെ അവന്റെ ജാക്കറ്റിന്റെ ലെഫ്റ്റ് പോക്കറ്റിൽ നിന്നും ഇവർക്ക് ആവശ്യമുള്ള ആ ഒരു എൻവലപ്പ് എടുക്കുന്നു. എന്നിട്ട് ഞാൻ പോയി വീണ്ടും ഹോഴ്സ് റൈഡിംഗിൽ ബെറ്റ് വെച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങി. ഹ്യൂവിന് അവളെ നല്ല സംശയമുണ്ടല്ലോ, അതുകൊണ്ട് അവൻ അവളെ വിടാതെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാക്കുന്ന ബില്ലി നമ്മുടെ ഹീറോയിന്റെ പുറകെ പൊക്കോണ്ടിരിക്കുന്ന ഹ്യൂവിനെ മനഃപൂർവ്വം ഒന്ന് തടഞ്ഞു നിർത്താൻ വേണ്ടി ഒരു പണി കൊടുക്കുന്നുണ്ട്. ഹീറോയിന്റെ പുറകെ പൊക്കോണ്ടിരിക്കുമ്പോൾ അറിയാതെ സംഭവിച്ച പോലെ വാതിൽ വെച്ചൊരു ഒറ്റയിടി. ദേഷ്യം വന്ന് ഹ്യൂ ബില്ലിയെ പിടിച്ച് ഭിത്തിയിൽ കയറ്റുന്നു. സാർ സോറി സാർ, അറിയാതെ സംഭവിച്ചതാണ് എന്നൊക്കെ ബില്ലി പറയുമ്പോൾ അങ്ങേര് വീട്ടിട്ട് വീണ്ടും നമ്മുടെ ഹീറോയിന്റെ പുറകെ പോകുന്നു. നമ്മുടെ ഹീറോയിൻ ബെറ്റിംഗ് ഒക്കെ നടക്കുന്ന ആ ഒരു ആൾക്കൂട്ടത്തിനിടെ ചെന്ന് നിൽക്കുമ്പോൾ ഹീറോ അവളുടെ പുറകിൽ വരുന്നു. അങ്ങനെ അവളുടെ കയ്യിൽ നിന്ന് മെമ്മറി കാർഡ് വാങ്ങി ഹീറോ അതൊരു ക്യാമറയിൽ ഇടുമ്പോൾ നമ്മുടെ ലൂതറിന് ഈ വിഷ്വൽസ് ഒക്കെ പുള്ളിക്കാരൻ ഇരിക്കുന്നത് നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ ഈ ഒരു വൈറസ് ക്രിയേറ്റ് ചെയ്ത് ആദ്യമായിട്ട് ഡോക്ടർ ഗ്രാഡ്സ്കിയിൽ പരീക്ഷിച്ച അതിന്റെ കുറച്ച് വിഷ്വൽസ് ആയിരുന്നു. വൈറസ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇറങ്ങി 20 മണിക്കൂർ കഴിഞ്ഞതും അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള എല്ലാ സെൽസിനെയും വൈറസ് കൺട്രോളിലാക്കി. ഒരു മനുഷ്യന്റെ ശരീരം പുഴുവരിച്ചില്ലാതാവുന്ന കണ്ടീഷനെ പറ്റി ആലോചിച്ച് നോക്കി. അതിനേക്കാളും മാരകമായിട്ടുള്ള കണ്ടീഷനിലൂടെയാണ് ഡോക്ടർ ഗ്രാഡ്സ്കിയുടെ ശരീരം കടന്നുപോയത്. ലോകത്തുള്ള ഒരു മരുന്നിനും ഈവൻ ഈ വൈറസിന്റെ ആന്റിവൈറസിന് പോലും ഡോക്ടർ ഗ്രാഡ്സ്കിയെ രക്ഷിക്കാൻ സാധിച്ചില്ല. പൂർണ്ണ ആരോഗ്യവാനായിരുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഒരു വൈറസ് ഇറങ്ങി അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള എല്ലാ സെൽസിനെയും കൺട്രോളിലാക്കി ശരീരത്തിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെല്ലുകളെല്ലാം നശിപ്പിച്ച് കളഞ്ഞ് പെട്ടെന്ന് ശരീരം മുഴുവൻ വ്യാപിച്ച് പുഴുവരിച്ച് ശരീരം ഇല്ലാതാക്കുന്ന പോലെ ആ ഒരു കണ്ടീഷനിലേക്ക് എത്തിച്ച് അങ്ങനെ വളരെ മാരകമായി, അതും ജീവനോടെ അത്രയും നേരം പിടിച്ചു നിർത്തി ആ സകല വേദനയും സഹിച്ച് മരിക്കേണ്ട ഒരവസ്ഥ. ഇത്രത്തോളം മാരകമായ ഒരു വൈറസ് മനുഷ്യരുടെ ഇടയിൽ പരത്തി മനുഷ്യരെ എല്ലാം ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി ദ്രോഹിച്ച് അത് വെച്ച് ലാഭം ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ വില്ലന്മാരുടെ ശ്രമം. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഹീറോ ക്യാമറയിൽ നിന്ന് മെമ്മറി കാർഡ് ഊരി അത് എൻവലപ്പിനകത്തിട്ട് വീണ്ടും നമ്മുടെ ഹീറോയിന് കൊടുക്കുന്നു. അന്നേരം തന്നെ ഹ്യൂ നമ്മുടെ ഹീറോയിനെ തപ്പി ആൾക്കൂട്ടത്തിനിടയിൽ വരുന്നുണ്ട്. ഓക്കെ നയ, നിന്റെ ജോലി ഇത്രേ ഉള്ളൂ, നിന്റെ ജോലി കഴിഞ്ഞു, എത്രയും വേഗം നീ തിരിച്ചു വരണം. ഇതിനകത്ര എളുപ്പമല്ല, അവന് സംശയം തോന്നാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും ഞാൻ അവിടുന്ന് പുറത്തിറങ്ങണം എന്ന് നമ്മുടെ ഹീറോയിൻ. ഇങ്ങനെയൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേസമയം തന്നെ ഹ്യൂ ഇവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറിയാതെ നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ നിന്ന് ആ എൻവലപ്പ് താഴെ വീണു. അവൾ കുഞ്ഞിഞ്ഞ എൻവലപ്പ് എടുത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ തൊട്ട് പുറകിൽ ഹ്യൂ നിൽക്കുന്നു. ഇതിനെ കാണാനില്ല. മാം, നിങ്ങൾ ബെറ്റ് ചെയ്തോ? യാ, ജസ്റ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. കടുകുമണി വ്യത്യാസത്തിലൊക്കെ രക്ഷപ്പെടാന്ന് പറയത്തില്ലേ, അങ്ങേര് ഇങ്ങോട്ട് വരുന്നു. അപ്പം തന്നെ നമ്മുടെ ഹീറോ അവിടുന്ന് പോയി. ഈ ഹ്യൂ നമ്മുടെ ഹീറോയെ കാണുന്നില്ല. പിന്നെ ഇവിടെ നടത്തുന്ന ഈ ഹോഴ്സ് റേസിംഗ് അതും IMF ഓൾറെഡി പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. ആര് ജയിക്കണമെന്ന് അവർ ഓൾറെഡി തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഹീറോയിന് കറക്റ്റായിട്ട് ജയിക്കുന്ന ആൾ തന്നെ ബെറ്റ് വെക്കാൻ പറ്റുന്നത്. വീണ്ടും തിരികെ ഷോൺ ആംബ്രോസിന്റെ അടുത്തില്ലെന്ന് നമ്മുടെ ഹീറോയിൻ ആവട്ടെ പെട്ടെന്നുണ്ടായ തിടുക്കത്തിൽ അവന്റെ ജാക്കറ്റിലെ ലെഫ്റ്റ് പോക്കറ്റിന് പകരം അവന്റെ ജാക്കറ്റിന്റെ റൈറ്റ് പോക്കറ്റിലാണ് ആ ഒരു മെമ്മറി കാർഡുള്ള ആ ഒരു എൻവലപ്പ് വെക്കുന്നത്. മതിയല്ലോ, അവൾ തിടുക്കം പിടിച്ച് അങ്ങനെ ചെയ്തപ്പോൾ വില്ലിന് സ്വാഭാവികമായിട്ടും ഡൗട്ട് അടിച്ചു. അപ്പൊ നേരത്തെ ഹ്യൂ പറഞ്ഞതിനകത്ത് കഴമ്പുണ്ട്, ഇവൾ തന്നെ ചതിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് അവന് മനസ്സിലായി. അന്ന് വൈകുന്നേരം ബയോസൈറ്റ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ CEO പുള്ളിക്കാരൻ ജോലിയൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിൽ പോകുന്ന സമയം അങ്ങേരുടെ കാറിൽ ഒരു പത്രം ഇരിക്കുന്നു.
വരുന്നു. അങ്ങനെ അത് എടുത്തു നോക്കുമ്പോഴാവട്ടെ ഇങ്ങേരി മരിച്ചതായിട്ടാണ് അതിനകത്ത് വാർത്ത. പുള്ളി ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. ഇതെന്ത് സംഭവം, ഞാൻ മരിച്ചെന്നോ? ആറായി വാർത്തയൊക്കെ അടിച്ചിറക്കുന്നതെന്നുള്ള മട്ടിൽ പുള്ളി അങ്ങനെ കാറിലിരിക്കുമ്പോൾ പെട്ടെന്ന് കാറിനകത്ത് സ്മോക്ക് വന്ന് പുള്ളി ബോധം കിട്ടുപോകുന്നു. ഇതേസമയം നമ്മുടെ ഹീറോയിനാവട്ടെ ഷോണിന്റെ വീട്ടിലെ ഷോണിനെ വിളിക്കുമ്പോൾ അവനെ അവിടെ എങ്ങും കാണാനില്ല. എന്തോ പ്രശ്നമായല്ലോ. എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് തീരുമാനിക്കുന്ന അവളെ പതിയെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തോട് ഓടി ചെല്ലുമ്പോഴാവട്ടെ പെട്ടെന്ന് ആരും അവളെ കയറി പിടിച്ചു. മറ്റാരുമല്ല, നമ്മുടെ ഹീറോ ഈതനായിരുന്നു. ഇവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഇതേസമയം മറ്റൊരിടത്ത് ബയോസൈറ്റ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ CEO ആയിട്ടുള്ള പുള്ളിക്കാരനുണ്ടല്ലോ മെക്ലോയ്, അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്നു. പുള്ളി ഒരു വകെ മനസ്സിലാകുന്നില്ല. അല്ല, ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നത്? ഞാൻ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. ആകെ മൊത്തം പുള്ളിക്കാരൻ അങ്ങനെ ഷോക്കായിരിക്കുന്ന സാഹചര്യത്തിൽ ഇതേ അടുത്ത ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം, മുമ്പ് പ്ലെയിൻ ക്രാഷിൽ മരിച്ചുപോയി എന്ന് എല്ലാവരും വിശ്വസിച്ച ഡോക്ടർ നെക്കോർവിച്ച് ദാ ഇങ്ങേരുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഡോക്ടർ, നിങ്ങൾ മരിച്ചില്ലേ? ഞാനങ്ങ് പെട്ടെന്ന് ചത്തുപോയെന്ന് കരുതിയോ നീ? ഞാനങ്ങനെ പെട്ടെന്നൊന്നും ചാവത്തില്ലടാ. മെക്ലോയോട് അങ്ങേരുടെ യഥാർത്ഥ പ്ലാൻ എന്തായിരുന്നു, എന്തിനു വേണ്ടിയാണ് തങ്ങളോട് ഈ വൈറസും ആന്റിവൈറസും ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞതെന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. ആദ്യം അതെല്ലാം വിട്ടുപറയാൻ മെക്ലോയ് മടിക്കുന്നുണ്ടെങ്കിലും നിന്റെ ബോഡിയിൽ ഇപ്പോൾ ഖൈമേറ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ട്. 20 മണിക്കൂർ മാത്രമേ നിനക്ക് സമയമുള്ളൂ. സത്യം പറ, എന്തിനു വേണ്ടിയായിരുന്നു ഇതെല്ലാം? അതേ തുടർന്ന് മെക്ലോയ്ക്കും വേറെ വഴിയൊന്നുമില്ല. എന്തായിരുന്നു അങ്ങേരുടെ പ്ലാൻ എന്നുള്ള കാര്യം ഇങ്ങനെ വിശദമായിട്ട് പറയുന്നു. അതായത് വൈറസ് ജനങ്ങളുടെ ഇടയിൽ സ്പ്രെഡ് ചെയ്യുക, അതിനുശേഷം ആന്റി വൈറസ് മാർക്കറ്റിൽ ഇറക്കുക, അങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടുക, ഒരുപാട് പണം ഉണ്ടാക്കുക. ഞാനൊരു ബിസിനസ്സുകാരനാണ്, എന്റെ മൈൻഡ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങേരുടെ ന്യായങ്ങൾ പറയുന്നു. മക്ലോയ് ഇതെല്ലാം പറഞ്ഞു തീരുമ്പോൾ തന്നെ വീണ്ടും അവിടെ വൈറ്റ് സ്മോക്ക് വരുന്നു. മക്ലോയ് അത് ശ്വസിക്കുമ്പോൾ ബോധം കിട്ടുപോകുന്നു. അവിടെയാണ് അടുത്ത ടിസ്റ്റ്. ആക്ച്വലി ഈ നിൽക്കുന്ന ഈ ഡോക്ടർ അല്ലേ, ഈ പുള്ളിക്കാരൻ വൈറസ് കണ്ടുപിടിച്ച ആളൊന്നുമല്ല. ഇത് നമ്മുടെ ഈതനായിരുന്നു. ഫേസ് മാസ്കർക്ക് തന്നെ കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായ ഒരു ധാരണ വരുത്തണം, എന്താണ് ഇവന്മാരുടെയൊക്കെ പ്ലാൻ എന്ന് മനസ്സിലാക്കണം, അതിനുവേണ്ടി ചെയ്തതാണ്. അല്ല, ഈതൻ ഇവിടെയാണെങ്കിൽ അവിടെ നമ്മുടെ ഹീറോയിന്റെ കൂടെയുള്ളത് ആരാണ്? യെസ്, ഓഫ് കോഴ്സ് ഈതന്റെ മാസ്ക് ഇട്ട ഷോൺ ആംബ്രോസ് ആണ്. നമ്മുടെ ഈതൻ ഹണ്ടിന് അയോട് പറഞ്ഞിരുന്നത് അവളുടെ ജോലിയൊക്കെ കഴിഞ്ഞു എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടണമെന്നായിരുന്നല്ലോ. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഈതന്റെ ഫേസ് മാസ്ക് ഇട്ട് വന്ന ഈ ഷോൺ ആംബ്രോസ്, നിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനിയും ഞങ്ങൾക്ക് തന്നെ ആവശ്യമുണ്ട്. നിന്നോട് ആംബ്രോസ് എന്ത് പറയുന്നു അത് അതുപോലെ അനുസരിക്കണം. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ഈ ചുറ്റുവട്ടത്തായിട്ടൊക്കെ തന്നെ ഉണ്ടാവും, നിനക്കൊന്നും പറ്റാതെ ഞാൻ നോക്കിക്കോളാം എന്ന് ഉറപ്പ് കൊടുക്കുന്നു. ആര് ഉറപ്പ് കൊടുക്കുന്നു? ഷോൺ ആംബ്രോസ് ഉറപ്പ് കൊടുക്കുന്നു. അവളാവട്ടെ നമ്മുടെ ഹീറോ ആണ് അവൾക്ക് ഉറപ്പ് കൊടുക്കുന്നതെന്ന് കരുതി അത് വിശ്വസിച്ച് അവിടെ തന്നെ നിൽക്കുന്നു. ഇതുവരെ നമ്മുടെ ഹീറോ ഒക്കെ മനസ്സിലാക്കിയത് പ്രകാരം ആംബ്രോസിന്റെ അടുത്ത് വൈറസ് ഇല്ല, അവന്റെ അടുത്ത് ആന്റി വൈറസ് മാത്രമേ ഉള്ളൂ. അങ്ങ് ഓസ്ട്രേലിയയിലുള്ള ബയോസൈറ്റ് ഫാർമസ്യൂട്ടിക്കൽസ് ആണെങ്കിലോ അവിടെ ആകെയും പോകുകയും വളരെ കുറച്ച് ഖൈമേറ മാത്രം വൈറസ് മാത്രമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആന്റിവൈറസും എടുത്തുകൊണ്ടാണ് ഡോക്ടർ നെക്കോർവിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിനർത്ഥം വൈറസ് അങ്ങ് ഓസ്ട്രേലിയയിൽ മാത്രമേ ഉള്ളൂ, ആന്റിവൈറസ് നമ്മുടെ ആംബ്രോസിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. ആംബ്രോസ് അവന്റെ കയ്യിലുള്ള ആന്റിവൈറസ് വലിയ തുകയ്ക്ക് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവനും പണം ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ ആ മെക്ലോയ് ആഗ്രഹിക്കുന്ന പോലെ ആന്റിവൈറസ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങേർക്ക് വൈറസ് ആളുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഈ ആന്റിവൈറസ് മാർക്കറ്റിൽ ഇറക്കാം. അങ്ങനെ അയാളും ഉദ്ദേശിക്കുന്ന പണം അയാൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഒരു കാരണവശാൽ ഇവരുടെ ഈ പ്ലാൻ നടക്കാൻ പാടില്ല. അതിനു മുമ്പ് ആ വൈറസിനെ കണ്ടുപിടിച്ച് നശിപ്പിച്ച് കളഞ്ഞിരിക്കണം. ഖൈമേറ നശിപ്പിച്ച് കളഞ്ഞിരിക്കണമെന്ന് നമ്മുടെ ഹീറോ തീരുമാനിക്കുന്നു. വൈറസ് നശിപ്പിച്ച് കളഞ്ഞാൽ ആന്റിവൈറസ് മാത്രം വെച്ച് ആംബ്രോസിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അവന്മാരുടെ പ്ലാൻ എല്ലാം പൊളിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ എത്രയും വേഗം ഓസ്ട്രേലിയയിൽ പോയി ആ വൈറസ് പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയാൻ നമ്മുടെ ഹീറോ തീരുമാനിച്ചു. ഇതേസമയം മെക്ലോയെ നമ്മുടെ വില്ലി അങ്ങേരുടെ വീട്ടിൽ കൊണ്ടുവിടുന്നുണ്ട്. പുള്ളിക്കാരൻ ഒരു കാറിൽ നിന്ന് എണീറ്റ് വരുന്നു. തൊട്ടു മുമ്പ് സംഭവിച്ച കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് പുള്ളിക്ക് ഒരു ബോധവും ഇല്ല. അല്ല, ആ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടറിനെ കണ്ടത് അതൊക്കെ സ്വപ്നമായിരുന്നു എന്നാണ് അങ്ങനെ ചിന്തിക്കുന്നത്. നമ്മുടെ ഇതിനൊക്കെ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഓസ്ട്രേലിയയിലുള്ള ബയോസൈറ്റ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ മുകളിലൂടെ, അതായത് ആ ഒരു ഹോൾ ബിൽഡിങ്ങിന്റെ മുകളിലൂടെ അകത്ത് കടക്കാവുന്നതാണ്. ഈ സംഭവം വില്ലനും ഗസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈതൻ അതിന്റെ മുകളിലൂടെ വരത്തുള്ളൂ. താഴെ ഒരുപാട് സെക്യൂരിറ്റീസ് ഉണ്ട്. ആ സെക്യൂരിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്ത് പോകുന്നതിനേക്കാളും നല്ലതായിരിക്കും അതിന്റെ മുകളിലൂടെ അകത്ത് കയറുന്നത്. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ ഇതിന്റെ പ്ലാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഗസ് ചെയ്യുന്ന ഈ വില്ലൻ അവന്റെ ആളുകളെയൊക്കെ പ്രിപ്പയർ ചെയ്ത് അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിനെയും കൊണ്ട് ഓസ്ട്രേലിയയിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നു. ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലൂടെ അകത്ത് കിടക്കാന്ന് പറയുന്നത് ചില്ലറ പരിപാടിയല്ല. അതിന്റെ മുകളിൽ ഒരു ഷെയ്ഡുണ്ട്. ആ ഷെയ്ഡ് ആകെ 40 സെക്കൻഡ് മാത്രമേ ഓപ്പൺ ആവൂ. ആ 40 സെക്കൻഡിനുള്ളിൽ ഹീറോ അകത്ത് കടക്കുകയും ചെയ്യണം. അവനുള്ളിലേക്ക് ഇറങ്ങാൻ യൂസ് ചെയ്യുന്ന കേബിൾ 40 സെക്കൻഡിനുള്ളിൽ തിരിച്ചെടുക്കുകയും ചെയ്യണം. റൂഫിൽ നിന്ന് ഒരു നിലയുടെയോ 2 നിലയുടെ താഴ്ചയിലേക്കല്ല ഹീറോയ്ക്ക് ഇറങ്ങേണ്ടത്, ഒരു 10-20 നില താഴ്ചയിലേക്ക്, അത്രയും താഴേക്ക് ഹീറോയ്ക്ക് ഇറങ്ങേണ്ടതുണ്ട്. അതായത് വെറും 40 സെക്കൻഡിനുള്ളിൽ ഹീറോയ്ക്ക് ആ ബിൽഡിങ്ങിനുള്ളിൽ ഇറങ്ങുകയും ചെയ്യണം. അതേപോലെ ഹീറോയെ അങ്ങോട്ട് ഇറക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹീറോ അങ്ങോട്ട് ഇറങ്ങാൻ യൂസ് ചെയ്യുന്ന കേബിൾ തിരിച്ചെടുക്കുകയും ചെയ്യണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് റെഡിയായി രണ്ടും കൽപ്പിച്ച് ഹെലികോപ്റ്ററിൽ ചെന്ന് ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് നമ്മുടെ ഹീറോ ചാടുന്നു. നേരെ ചെല്ലുമ്പോൾ തൊട്ടപ്പുറത്തായിട്ട്, അതായത് ആളുകളൊക്കെ നിന്ന് വർക്ക് ചെയ്യുന്ന ആ ഏരിയയിൽ ഒരു സെക്യൂരിറ്റി ഉണ്ട്. ഒരല്പം പോലും ശബ്ദം ഉണ്ടാക്കാതെ അങ്ങേരുടെ കണ്ണിൽ പെടാതെ അവിടെ ഒളിച്ചു നിന്നു. സമയം പോയിക്കൊണ്ടിരിക്കുവാണ്. 40 സെക്കൻഡേ ഉള്ളൂ. ഇനിയിപ്പോൾ ആകെ 20 സെക്കൻഡേ ബാക്കിയുള്ളൂ. ഇതിനുള്ളിൽ ഈ കേബിൾ തിരിച്ചെടുക്കണം. ആ സെക്യൂരിറ്റിയുടെ ശ്രദ്ധയൊന്നും മാറുന്ന സമയം ഈതൻ കറങ്ങിച്ചാടി അവന്റെ ശരീരത്തിൽ കണക്ട് ചെയ്തിരുന്ന കേബിൾ റിലീസ് ചെയ്തു. അങ്ങനെ കൃത്യസമയത്ത് കേബിൾ തിരിച്ചെടുക്കാൻ സാധിക്കുന്നു. തുടർന്ന് നമ്മുടെ ഈതൻ ഖൈമേറ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. അവിടെയുള്ള മുഴുവൻ ഖൈമേറയും കണ്ടുപിടിച്ച് നശിപ്പിച്ച് കളയുക. അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. നശിപ്പിച്ച് കളയാനുള്ള ഫെസിലിറ്റിയൊക്കെ ലാബിൽ തന്നെയുണ്ട്. ഇതെല്ലാം വേണ്ടിയിട്ട് ആദ്യം ഒരു ക്യാബിനുള്ളിൽ പ്രവേശിക്കണം. വൈറസ് സേഫ് ആയിട്ട് അവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇതിനവിടെ ഗ്ലാസ് കട്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഇതേ സമയം തന്നെ ഇവിടെയുള്ള ഒരു ജനറേറ്റർ ഓൺ ആവുന്നുണ്ട്. ജനറേറ്റർ ഓൺ ആയി കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ
കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവത്തില്ല. 8 മിനിറ്റ് നേരത്തേക്ക് ഈദിന് പുറത്തേക്ക് കോൺടാക്ട് ഇല്ല, അതായത് നമ്മുടെ ലൂതറുമായിട്ടൊന്നും കോൺടാക്ട് ഇല്ല. അവിടെ ക്യാബിന്റെ ഉള്ളിൽ ഇറങ്ങുന്ന നമ്മുടെ ഹീറോ വൈറസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്, അങ്ങോട്ട് ചെല്ലുന്നു. ആദ്യം അവിടുത്തെ വൈറസ് നശിപ്പിക്കുന്നു. പൂർണ്ണമായിട്ട് വൈറസ് നശിച്ചിട്ടില്ല, ഇനിയും 3 എണ്ണം ബാക്കിയുണ്ട്. 3 ഗൺസിനകത്തായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും കൂടെ പൂർണ്ണമായി നശിപ്പിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ വൈറസിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ സാധിച്ചു എന്ന് പറയാൻ പറ്റൂ. ഇതിന് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത പോലെ സമാധാനപരമായിട്ട് വൈറസ് ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദാ വരുന്നു വില്ലൻ ഗ്യാങ്. ഇവർക്ക് വലിയ പ്ലാനൊന്നുമില്ല. നമ്മുടെ ഹീറോ പ്ലാൻ ചെയ്തവന്റെ കൂടെ മുകളിലൂടെ വന്ന് അകത്ത് കടന്ന് 40 സെക്കൻഡിനുള്ളിൽ കേബിൾ തിരിച്ചെടുക്കും, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നേരെ ബയോസൈറ്റ് ഫാർമസ്യൂട്ടിക്കൽസിലേക്ക് ചെല്ലുന്നു. ഇവരെ തടയാൻ ശ്രമിച്ച സെക്യൂരിറ്റീസിനെ എല്ലാം കൊന്നുകളഞ്ഞ് വൈറസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ചേംബറിലേക്ക് പോകുന്നു. വില്ലന്മാർ വന്ന കാര്യം പുറത്തുള്ള ലൂതറിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിന്റെ ശരീരത്തിൽ അവർ വെച്ചിരുന്ന GPS ഡിവൈസ് ഇവിടെ ഈ ബയോസൈറ്റ് ഫാർമസ്യൂട്ടിക്കൽസിൽ ആക്ടിവേറ്റ് ആയിരിക്കുന്നു. അതിനർത്ഥം വില്ലൻസിന്റെ കൂടെ നമ്മുടെ ഹീറോയിനുമുണ്ട്. അവളെയും കൂട്ടിക്കൊണ്ടാണ് അവരിങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ സംഭവം ഇതിനെ അറിയിക്കാന്ന് വെച്ചാൽ 8 മിനിറ്റ് കഴിയാതെ പറ്റത്തില്ല. കാരണം ജനറേറ്റേഴ്സ് ഇപ്പോൾ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 8 മിനിറ്റ് കഴിഞ്ഞ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകും. ഇതിനിടെ കൈമേറ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹീറോ അവിടെ ഒരു ബോംബ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ തനിക്ക് അറിയാത്ത രീതിയിൽ ഇവരിവിടെ എവിടെയെങ്കിലും കൈമേറ വൈറസ് എക്സ്ട്രാ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടെ അങ്ങ് നശിപ്പിച്ചേക്കാവുന്നുള്ള പ്ലാനിലാണ്. ശേഷം 3 ഗൺസിലായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വൈറസ് ഓരോന്നും എടുത്ത് നശിപ്പിക്കുന്നു. ഒന്നാമത്തേത് നശിപ്പിച്ചു, രണ്ടാമത്തെ ഗണ്ണിലുള്ളതും നശിപ്പിച്ചു, മൂന്നാമത്തെ ഗണ്ണിലുള്ള നശിപ്പിക്കാൻ ഇറങ്ങുമ്പോഴാണ് പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കുന്നത്. അതായത് ഡോക്ടർ നെക്കോർവിച്ച് ഇവിടുന്ന് ആദ്യം പോയ സമയത്ത് അദ്ദേഹത്തിന്റെ ബാഗിൽ ആകെ ആന്റിവൈറസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയായിരിക്കും അദ്ദേഹം വൈറസ് കൊണ്ടുപോയിട്ടുള്ളത് എന്നിങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയും ആ ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വൈറസ് ഇഞ്ചക്ട് ചെയ്ത് അങ്ങനെയാണ് അദ്ദേഹം വൈറസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിച്ചത്. ജസ്റ്റ് ഹീറോ ഈ കാര്യങ്ങളൊന്ന് ആലോചിച്ച സമയം പെട്ടെന്ന് വില്ലൻ ഗ്യാങ് വന്ന് തുടരെ ഷൂട്ട് ചെയ്യുന്നു. അവസാനത്തെ കൈമേറയുള്ള ഗൺ താഴെ വീണുപോയി. പിന്നെ ഇങ്ങോട്ടൊരു അടിപൊളി ആക്ഷൻ സീനാണ്, ചറുപറ ഷൂട്ടിംഗ്. കൈമേറയുള്ള ബാഗ് എടുക്കാൻ ശ്രമിക്കുന്ന ആളെ ഹീറോ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. സോ കൈമേറ വില്ലൻസിനും എടുക്കാൻ പറ്റുന്നില്ല, ഹീറോയ്ക്കും എടുക്കാൻ പറ്റത്തില്ല. തുടരെ ഇങ്ങനെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന, ഫയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ. ഇതേസമയം ഈ ബയോസൈറ്റ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ പുറത്ത് ഒരു വാനിലിരുന്ന് നമ്മുടെ ലൂതർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വാൻ കണ്ടുപിടിക്കുന്ന വില്ലൻ ഗ്യാങ് അതിന്റെ അടിയിൽ ഒരു ബോംബ് കൊണ്ടുവെക്കുന്നു. എന്തത്, ആരെങ്കിലും വാനിൽ വന്ന് ടച്ച് ചെയ്തു? എന്താ സംഭവം എന്നറിയാൻ ലൂതർ ഗ്ലാസ്സിലോട് നോക്കുമ്പോഴാവട്ടെ ദേ ബോംബ്. ഉടനെ പുള്ളിക്കാരന്റെ ലാപ്പും എടുത്ത് പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നു. പക്ഷേ ബിൽഡിങ്ങിനുള്ളിൽ ഇപ്പോഴും ഭയങ്കര ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹീറോ വില്ലൻ ഗ്യാങ്ങിലുള്ള ഓരോ ആളുകളെ ഫയർ ചെയ്ത് കൊല്ലുന്നുണ്ട്. ഇങ്ങനെ അവിടെ ഫയറിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയം തന്നെ 8 മിനിറ്റ് കംപ്ലീറ്റ് ആയി, ജനറേറ്റേഴ്സ് ഓഫായി. ഇതിൻ കൈമേറ ഉള്ള ഗണ്ണ് വീണ് കിടക്കുന്ന അതിന്റെ ഏറ്റവും ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ പോലും അവനത് എടുക്കാൻ സാധിക്കുന്നില്ല. തുടരെ വില്ലൻ ഗ്യാങ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൈമേറ ഉള്ള ഗണ്ണ് വീണ് കിടക്കുന്ന ആ സ്ഥലത്ത് നിന്നും നമ്മുടെ ഹീറോയും വില്ലനും രണ്ടുപേരും ഏകദേശം ഒരേ ഡിസ്റ്റൻസിൽ തന്നെയാണ് മാറി നിൽക്കുന്നത്. ഹീറോയോ വില്ലനോ ആരെങ്കിലും അത് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റേ ആൾ ഷൂട്ട് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പ്. ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ദേ വില്ലൻ നമ്മുടെ ഹീറോയിനെ വിളിക്കുന്നു. അവളെ അവൻ ഗൺ പോയിന്റിലാക്കി അവളോട് കൈമേറയുള്ള ഗണ്ണ് പോയി എടുക്കാൻ പറയുന്നു. അവളത് പോയി എടുക്കുകയാണെങ്കിൽ ഹീറോ ഷൂട്ട് ചെയ്തില്ലല്ലോ, ഹീറോയ്ക്ക് അവളെ ഇഷ്ടമാണല്ലോ. ഇതിനും ഇങ്ങനെ ആകെ സ്റ്റക്കായി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ദേ കയറി വരുന്നത് നമ്മുടെ ലൂതർ. എങ്ങനെയോ ആ ബോംബ് ബ്ലാസ്റ്റ് ആയതിൽ നിന്നും ഈ പുള്ളിക്കാരൻ രക്ഷപ്പെട്ടു. ഹലോ ഈതൻ, നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നയ ഈ ബിൽഡിങ്ങിലുണ്ട്. ഓ സന്തോഷം, ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞല്ലോ. വില്ലന്റെ ഗൺ പോയിന്റിൽ നിൽക്കുന്ന നയക്ക് ഇപ്പോൾ വേറെ എന്ത് ചെയ്യാൻ പറ്റും? നയക്കും വേറെ വഴിയൊന്നുമില്ല. അവളും ചെന്ന് ഗൺ എടുക്കുന്നു. എന്നാൽ ഗൺ എടുത്ത് വില്ലന് കൊണ്ട് കൊടുക്കാനല്ല, അവിടെയുള്ള മുഴുവൻ പേരെയും ഞെട്ടിച്ചുകൊണ്ട് ഹീറോയിൻ അവളുടെ ബോഡിയിൽ ആ വൈറസ് ഇഞ്ചക്ട് ചെയ്തു. വില്ലൻ തേഞ്ഞ് അവൻ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവളെ കൊന്നു കഴിഞ്ഞാൽ ആ വൈറസും കൂടെയാണ് മരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ആ വൈറസിനെ വീണ്ടും എടുക്കണമെങ്കിൽ ഇവളുടെ ബ്ലഡ് എടുക്കണം. ആ വൈറസ് ഇവളുടെ ബ്ലഡിൽ കലർന്നു കഴിഞ്ഞു. അവൻ ആ വൈറസ് അത്രത്തോളം ഇമ്പോർട്ടന്റുമാണ്. ഇതിനും ആകെ അങ്ങ് ഞെട്ടിപ്പോയി. ഇനിയിപ്പോൾ ആകെ 20 മണിക്കൂറേ ഉള്ളൂ. 20 മണിക്കൂറിനുള്ളിൽ ഇവളെ സേവ് ചെയ്യാൻ സാധിക്കണം. അതിനെന്ത് വേണം? ഇതിന്റെ ആന്റിവൈറസ് വേണം. പക്ഷേ ആദ്യം ഇവിടുന്ന് രക്ഷപ്പെടണ്ടേ? വില്ലന്മാരെല്ലാം കണ്ണും ചൂണ്ടി ഇങ്ങനെ നിൽക്കുമല്ലേ. ഈ ഒരു അവസരത്തിൽ ഹീറോ നേരത്തെ ഈ ലാബിൽ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്ന ബോംബ് അവൻ ബ്ലാസ്റ്റ് ചെയ്യിക്കുന്നു. ഇങ്ങനെ വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടായതോടെ പെട്ടെന്ന് വലിയ സെക്യൂരിറ്റി അലേർട്ട്സ് ഉണ്ടായി. ഈ ഹോൾ ബിൽഡിങ്ങിലുള്ള മുഴുവൻ സെക്യൂരിറ്റീസും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സൈഡിൽ വില്ലൻ ഗ്യാങ്, മറ്റൊരു സൈഡിൽ സെക്യൂരിറ്റീസ്, പിന്നെ ഹീറോ, ഇവരെല്ലാവരും കൂടെ ചേർത്ത് ഭയങ്കര വലിയ ഷൂട്ടൗട്ട്. ഇതിനിടയിൽ നയ ഹീറോയുടെ ഗണ്ണ് പിടിച്ച് അവളുടെ നെഞ്ചിൽ വെച്ചിട്ട് അവളെ കൊന്നുകളയാൻ ആവശ്യപ്പെടുന്നു. ഈതൻ, നീ എന്നെ കൊന്നുകളഞ്ഞേക്ക്. ഈ വൈറസിന്റെ പ്രശ്നങ്ങളും അതോടെ അവസാനിക്കും. നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി എന്ന് പറയുകയാണ് നമ്മുടെ ഹീറോയിൻ. എന്നാൽ ഇവളെ അതിയായി സ്നേഹിക്കുന്ന ഹീറോയ്ക്ക് അവളെ കൊല്ലാൻ പറ്റുന്നില്ല. നമുക്ക് 19 മണിക്കൂർ 58 മിനിറ്റും ഉണ്ട്. നിന്നെ രക്ഷിക്കാൻ ആവശ്യത്തിനുള്ള സമയമുണ്ട്. എന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കും എന്ന് പറഞ്ഞ് വീണ്ടും ഫൈറ്റിൽ ഏർപ്പെടുന്ന ഹീറോ. ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഹീറോയ്ക്ക് മുന്നിലുള്ള വഴി. ഇവളെ ഇപ്പൊ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാനുള്ള സിറ്റുവേഷൻ ഇല്ല. എന്തായാലും ഷോൺ ആംബ്രോസോ അങ്ങേറെ ആളുകളോ ഹീറോയിന് ഒന്നും ചെയ്യത്തില്ലെന്ന് ഇവനറിയാം. കാരണം ഇവളുടെ ബ്ലഡ് അവർക്ക് അത്ര അത്യാവശ്യമാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹീറോയിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ആന്റിവൈറസ് സംഘടിപ്പിക്കാൻ വേണ്ടി ഹീറോ ഒറ്റയ്ക്ക് അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു. ഹീറോയിനെ വീണ്ടും വില്ലന്റെ ആളുകൾ പിടിക്കുന്നു. തുടർന്ന് ഷോൺ ആംബ്രോസ് ഒക്കെ ഹീറോയിന്റെ ശരീരത്തുള്ള വൈറസിനെയും അല്ലെങ്കിൽ ഹീറോയിനെയും ഇവരുടെ പക്കൽ ഓൾറെഡി ഉണ്ടായിരുന്ന ആന്റിവൈറസ് ആയിട്ടുള്ള ബെല്ലേറോഫോണും കൊണ്ട് മക്ലോയുടെ അടുത്തേക്ക് ഡീല് സംസാരിക്കാൻ പോകുന്നു. ഇതിന് ഇതുപോലെ നയെ ഇവിടെ വിട്ടിട്ട് പോകാനുള്ള മറ്റൊരു കാരണം, നയയുടെ കാലിൽ അവർ നേരത്തെ ഒരു GPS വെച്ചിട്ടുണ്ടായിരുന്നു. അത് ത്രൂ എപ്പോൾ വേണമെങ്കിലും നയെ ഇവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് കരുതിയിട്ടായിരുന്നു. ഒരേ ഒരു കമ്പ്യൂട്ടറിലൂടെ മാത്രമേ അത് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം പറ്റിയെന്നാൽ, നേരത്തെ നമ്മുടെ ലൂതറിന് നേരെ അറ്റാക്ക് ഉണ്ടായ സമയത്ത് ലൂതർ അവന്റെ കമ്പ്യൂട്ടർ എടുത്ത് പുറത്ത് ചാടിയപ്പോൾ ആ കമ്പ്യൂട്ടറിന് കേടുപാട് സംഭവിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എന്താ, ആ സിസ്റ്റം ശരിയാക്കാതെ നയെ ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല.
ശരി, എന്തായാലും വില്ലനാണല്ലോ നയെ കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. മോസ്റ്റ് പ്രോബ്ലി വില്ലന്മാർ പോകുന്ന സ്ഥലത്തേക്കായിരിക്കും അവളെ കൂട്ടിക്കൊണ്ട് പോയിരിക്കുക. ഷോൺ ആംബ്രോസ് ഒക്കെ എങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവുക? അവരെന്തായാലും മെക്ലോയെ കാണാനായിരിക്കും പോകുന്നുണ്ടാവുക. എന്നാൽ പിന്നെ ഒട്ടും സമയം കളയേണ്ട, അവരുടെ പുറകെ പോയേക്കാവുന്ന, അതായത് ബയോസിറ്റ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ മറ്റൊരു സെന്ററിലേക്ക്, മെക്ലോയുള്ള സെന്ററിലേക്ക് പോകാമെന്ന് നമ്മുടെ ഹീറോയും തീരുമാനിക്കുന്നു. അങ്ങോട്ട് പോകുന്നതിന്റെ മറ്റൊരു കാരണം ആന്റി വൈറസ് വില്ലൻ യാങ്ങിന്റെ, അതായത് നമ്മുടെ ഷോൺ ആംബ്രോസിന്റെ അടുത്താണ്. അതെങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. അങ്ങനെ ഷോൺ ആംബ്രോസും പുള്ളിയുടെ ആളുകളൊക്കെ മെക്ലോയുടെ സ്ഥലത്തെത്തി. അപ്പോഴേക്കും തന്നെ നമ്മുടെ ഹീറോയും വലിഞ്ഞു കയറി അവിടെ എത്തുന്നുണ്ട്. ചുറ്റും മുഴുവൻ സെക്യൂരിറ്റീസ് ആണ്. സെക്യൂരിറ്റീസിനെയൊക്കെ മറികടന്ന് പോകാന്ന് പറയുന്നത് ചില്ലറ പരിപാടിയല്ല. അതുകൊണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്ന്, സെക്യൂരിറ്റീസ് ഒക്കെ ഒന്ന് മാറുന്നിടം വരെ വെയിറ്റ് ചെയ്ത് നിന്ന്, ഒരു സെക്യൂരിറ്റി ഒറ്റയ്ക്കായ സമയം ഓടിച്ചെന്ന് അങ്ങേരെ തല്ലുന്നു നമ്മുടെ ഹീറോ. എജ്ജാതി അടി, കറങ്ങി തിരിഞ്ഞ് അവന്റെ നട്ടലിട്ട് കൊടുത്തു. ആ ഒരൊറ്റ അടിക്ക് സെക്യൂരിറ്റിയുടെ ബോധം പോകുന്നു. പുള്ളി ഉരുണ്ടുരുണ്ട് താഴേക്ക് പോയി. ഈ ഒരു ചാൻസ് യൂസ് ചെയ്ത് നമ്മുടെ ഹീറോയും അകത്ത് കയറുവാണ്. മെക്ലോയുടെ അടുത്തെത്തുന്ന ഷോൺ ആംബ്രോസ് ബെല്ലേറോഫോണും അതുപോലെ നമ്മുടെ ഹീറോയിന്റെ ബ്ലഡും അവിടെ കൊടുക്കുന്നു. ആക്ച്വലി ആ വൈറസ് ഖൈമേറയുടെ റിയൽ കളറും റെഡ് ആണ്. ഇപ്പൊ ഹീറോയിന്റെ ബ്ലഡ് ആയതുകൊണ്ട് അതും റെഡ് കളറിലാണ്. പിന്നെ ഗ്രീൻ കളറിൽ ഇരിക്കുന്നതാണ് ബെല്ലേറോഫോൺ, അതാണ് ആന്റി വൈറസ്. മെക്ലോയുടെ ആളുകൾ അതെടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഹീറോയിന്റെ ബ്ലഡിൽ ആവശ്യത്തിനുള്ള കൈമേറയുണ്ട്. അതേപോലെ മറ്റത് ബെല്ലേറോഫോൺ തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഡീൽ ഉറപ്പിച്ചേക്കാം. നീ ചോദിച്ച $30 മില്യൺ നിനക്ക് ഞാൻ തരാം എന്ന് മക്കളോയ് പറയും. അതിന് ആർക്ക് വേണം നിങ്ങളുടെ പണം? എനിക്ക് വേണ്ടത് നിങ്ങളുടെ കമ്പനിയുടെ ഷെയർ ആണ്, 51%. മക്കളോയ് അങ്ങ് ഞെട്ടിപ്പോയി. അങ്ങേരുടെ കമ്പനി ഇവന് കൊടുക്കണമെന്നാണ് പുള്ളി പറഞ്ഞു വരുന്നത്. കൈമേറ വൈറസ് ജനങ്ങളുടെ ഇടയിൽ സ്പ്രെഡ് ആയി തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ ആന്റി വൈറസിന്റെ ഡിമാൻഡ് കൂടും. ആന്റി വൈറസ് ഈ കമ്പനി അവതരിപ്പിച്ചാൽ ഈ കമ്പനിയുടെ വാല്യുവേഷൻ ഓട്ടോമാറ്റിക്കലി കൂടും. ഇതിന്റെ ഷെയർ പ്രൈസ് ഒക്കെ കുത്തനെ ഉയരും. സോ ഇപ്പോൾ വെറും $30 മില്യൺ വാങ്ങിച്ച് തങ്ങൾ ഇതങ്ങ് വിട്ടുകൊടുക്കുന്നതിന് നല്ലതാണ് ഇതിന്റെ ഷെയർ ഹോൾഡർ ആവുന്നത്. 51%, അതായത് ആ കമ്പനിയെ തന്നെ നമ്മുടെ ഈ വില്ലൻ ഷോൺ ആംബ്രോസ് സ്വന്തമാക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. മക്കളോ ഇതിലൊരു തീരുമാനം പറയുന്നതിന് മുമ്പ് പെട്ടെന്ന് ഇവരിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ആ മുറിയുടെ വാതിലിന്റെ അവിടെ വലിയൊരു സ്ഫോടനം ഉണ്ടാകുന്നു. വില്ലൻ നോക്കുമ്പോൾ ദേ നമ്മുടെ ഹീറോ അതിലേക്കൂടെ നടന്നു പോകുന്നു. പുള്ളി അകത്ത് കയറുന്നില്ല, ജസ്റ്റ് വില്ലനെ അങ്ങനെ നോക്കിക്കൊണ്ട് നടന്നു പോകുന്നു. അതേ തുടർന്ന് ഈ വില്ലൻ ഷോൺ ആംബ്രോസ് എന്ത് ചെയ്തു? അങ്ങേറെ ആളുകളെല്ലാം ഹീറോയെ പിടിക്കാൻ അങ്ങോട്ട് അയച്ചു. മിസ്റ്റർ മക്ലോയ്, നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനം പറയണം, എനിക്കധികം സമയമില്ല. അതേ തുടർന്ന് മക്ലോയ്ക്കും വേറെ വഴിയൊന്നുമില്ല. അങ്ങേറെ കമ്പനിയുടെ 51% ഷെയറും ഇവന് കൊടുക്കാമെന്ന് അങ്ങേര് സമ്മതിക്കുന്നു. സത്യത്തിലൂടെ മക്ലോയ്ക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. കാരണം എല്ലാം ഇപ്പോൾ വില്ലന്റെ കയ്യിലാണ്. വൈറസ് വില്ലന്റെയിലാണ്, ആന്റി വൈറസ് വില്ലന്റെയിലാണ്. ഇവൻ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫാർമസ്യൂട്ടിക്കൽസ് കണ്ടുപിടിച്ച് അവരുമായിട്ട് പോയി ഡീൽ ഉറപ്പിച്ചാൽ അവരുമായിട്ട് ഇവൻ കച്ചവടം ചെയ്യും. അങ്ങനെയാണെങ്കിൽ മക്കളോയ്ക്ക് ഒരു ലാഭവും കിട്ടില്ലല്ലോ. ഇത്രയും നാൾ ഇതിന്റെ പുറകെ നടന്നിട്ട് ഒന്നും കിട്ടാതിരിക്കുന്നതിൽ നല്ലതല്ലേ? 49% എങ്കിൽ 49%. ഇന്നലെ നമ്മുടെ ഹീറോയെ പിടിക്കാൻ പോകുന്ന വില്ലന്റെ ആള് ഹ്യൂവുമായിട്ട് ഹീറോ ഫൈറ്റ് ആയി. അടി അങ്ങോട്ട് തുടങ്ങി ഒന്ന് സെറ്റ് ആവാനുള്ള ടൈം കൊടുത്തില്ല. അതിനു മുമ്പ് ഹ്യൂ നമ്മുടെ ഹീറോയ്ക്ക് നേരെ ഗണ്ണ് ചൂണ്ടി. വേണ്ട, ആനങ്ങി പോരുത്, ആനങ്ങി നിന്നെ ഞാൻ കൊന്നുകളയും. ഇങ്ങനെ ആകെ പെട്ടല്ലോ എന്ന് കരുതി നിൽക്കുന്ന സാഹചര്യത്തിൽ ഹ്യൂ കാണാതെ ഒരു ഗ്രനേഡ് എടുത്ത് അതിന്റെ പിന്നൂരി. ഗ്രനേഡ് താഴെ വീഴുന്ന ഗ്യാപ്പിൽ ഹ്യൂവിന്റെ ശ്രദ്ധ മാറിയതും ഹീറോ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് തട്ടിക്കളഞ്ഞ് അവനെ തല്ലുന്നു. പെട്ടെന്ന് ഗ്രനേഡും പൊട്ടിത്തെറിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് അവശനിലയിലായ നമ്മുടെ ഹീറോയെ വില്ലന്റെ ആളുകൾ പിടിച്ചു വലിച്ച് ഷോൺ ആംബ്രോസിന്റെ മുന്നിൽ കൊണ്ടുചെല്ലുന്നതാണ്. ഇതിന്റെ കൈകൾ രണ്ടും പുറകിലേക്ക് പിടിച്ച് കിട്ടിയിട്ടിരിക്കുകയാണ്. ഇതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വില്ലൻ ഈതന്റെ കാലിൽ ഷൂട്ട് ചെയ്തു. ആ ഒരു വേദന കാരണം ഈതൻ കിടന്ന് മൂളുന്നു. അവൻ അലറുന്നൊന്നുമില്ല, കിടന്ന് മൂളുന്നു. എന്തുകട നീ കിടന്ന് മൂളുന്നതെന്നൊക്കെ പറഞ്ഞ് വില്ലൻ നമ്മുടെ ഈതനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ മരിച്ചു വീണു. വില്ലൻ നോക്കുമ്പോഴാവട്ടെ ഹീറോയുടെ ഒരു കയ്യിൽ എന്തോ ഒരു ബാൻഡേഡ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി കെട്ടിയിരിക്കുന്നു. അപ്പോഴാണ് അബദ്ധം പറ്റിയത് വില്ലൻ മനസ്സിലാക്കുന്നത്. ആ മരിച്ചു വീണ ആളുടെ മുഖത്ത് പിടിച്ച് വലിക്കുമ്പോൾ അത് ആക്ച്വലി ഒരു ഫേസ് മാസ്ക് ആയിരുന്നു. നമ്മുടെ ഹീറോ ആണെന്ന് കരുതി വില്ലൻ കൊന്നത് ഹ്യൂവിനെയാണ്. നേരത്തെ ഉണ്ടായ അടിക്കിടയിൽ ഹ്യൂവിനെ അടിച്ച് ബോധം കെടുത്തി അവന്റെ മുഖത്ത് ഒരു ടേപ്പ് മുട്ടിച്ച് നമ്മുടെ ഹീറോ അവന്റെ തന്നെ ഫേസ് മാസ്ക് ഹ്യൂവിനെ ധരിപ്പിച്ച് അങ്ങനെ ഇവരെ തെറ്റിദ്ധരിപ്പിച്ചു. പിന്നെ ഹ്യൂവിന്റെ വിരലിലുണ്ടായ ആ ഒരു മുറിവും അത് തുന്നി കെട്ടിയിരിക്കുന്ന ബാൻഡേഡ്സും അത് നേരത്തെ നമ്മുടെ വില്ലൻ തന്നെയാണ് ഹ്യൂവിന്റെ ആ വിരൽ കട്ട് ചെയ്തത്. വിരൽ മുഴുവൻ കട്ട് ചെയ്തില്ല, വിരലിന്റെ അറ്റ ഭാഗം കട്ട് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ഈ ഒരു അവസരം യൂസ് ചെയ്ത് നമ്മുടെ ഹീറോ വളരെ തന്ത്രപരമായിട്ട് വൈറസും ആന്റി വൈറസും ഒക്കെ കൈക്കലാക്കി അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇതിന് ഓടിച്ചെന്ന് ലൂതറൊക്കെയുള്ള ഹെലികോപ്റ്ററിൽ കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും വില്ലന്റെ ആളുകൾ തുടരെ വന്ന് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അവന് ഹെലികോപ്റ്ററിൽ കയറാൻ സാധിക്കുന്നില്ല. ഇവന്റെ നേരെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ വെടിവെച്ച് വീഴ്ത്തുന്ന ഹീറോ അവന്മാരിൽ ഒരാളുടെ ബൈക്കും എടുത്ത് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഷോൺ ആംബ്രോസും വിടുന്നില്ല. പുള്ളിക്കാരനും ഒരു ഗണ്ണെടുത്ത് നമ്മുടെ ഹീറോയുടെ പുറകെ ചേസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് നമ്മുടെ ഹീറോയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഹെലികോപ്റ്ററിൽ പോയിക്കൊണ്ടിരുന്ന ലൂതറും ബില്ലിയും ഈ ഫൈറ്റിനിടെ കയറാൻ ശ്രമിക്കുന്നുണ്ട്. വില്ലൻ ഗ്യാങ്ങിൽ ഒരുത്തൻ ലൂതറിന്റെ കയ്യിൽ വെടിവെച്ചു. കയ്യിലായതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, ജീവൻ ആപത്തില്ല. എന്തായാലും അധികം ഈ ഫൈറ്റിൽ ഇടപെടാൻ നിൽക്കാതെ ലൂതറും ബില്ലിയും കുറച്ച് മുന്നോട്ട് മാറി അങ്ങനെ അങ്ങ് പോകുന്നു. നമ്മുടെ ഹീറോയെ ചേസ് ചെയ്ത് കുറെ കാറുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാറിന്റെ ഒക്കെ പെട്രോൾ ടാങ്കിലേക്ക് ഷൂട്ട് ചെയ്ത് കാർ കത്തിച്ച് അങ്ങനെ അതിനിടെ കൂടെ ഹീറോ മുന്നോട്ട് പോവാണ്. ഇതേ സമയം നമ്മുടെ ലൂതറിന്റെ കമ്പ്യൂട്ടർ റെഡിയാവുന്നു. നോക്കുമ്പോൾ അതിനകത്ത് നയയുടെ സിഗ്നൽ കാണിക്കുന്നുണ്ട്. സോ അവർ ഹെലികോപ്റ്ററിൽ ബില്ലിയും ലൂതറും ഹെലികോപ്റ്ററിൽ നയയെ രക്ഷിക്കാൻ അങ്ങനെ ഒരു വഴിക്ക് അങ്ങ് പോയി. അവളിപ്പോൾ ഒരു മൗണ്ടൻ ഏരിയയിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയോ വില്ലന്മാരുടെ പിടിയിൽ നിന്നൊക്കെ അവരവളെ പിടിച്ചു വെച്ചിരുന്ന ആ ഒരു സ്ഥലത്തു നിന്നൊക്കെ അവൾക്ക് രക്ഷപ്പെടാൻ പറ്റി. സൂയിസൈഡ് ചെയ്തേക്കാനാണ് അവൾ തീരുമാനിക്കുന്നത്. കാരണം അവളുടെ ശരീരത്ത് വൈറസ് ഉണ്ട്. ആ വൈറസ് മറ്റാരിലേക്കും സ്പ്രെഡ് ആകാതിരിക്കാൻ അവളുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കുക. ഇന്നേരം നമ്മുടെ ഹീറോ പുറകെ വരുന്ന വില്ലന്മാരെ മുഴുവൻ പുകച്ചൊരു വരവാക്കുന്നുണ്ട്. ബൈക്കിട്ട് എരപ്പിച്ച് പുകച്ചൊരു വരവുമാക്കി പുറകെ വരുന്നവർക്ക് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലാക്കി അവന്മാരെ എല്ലാം ആക്സിഡന്റിൽ കൊണ്ട് ചാടിക്കുന്നു. പാവം വില്ലന്റെ ആളുകൾ കണ്ണും കടയും കാണാൻ പറ്റാതെ നേരെ ചെന്നൊരു ട്രക്കിന്റെ മുന്നിൽ ചാടി. അത് വന്നിടിച്ച് കാറ് മുഴുവൻ കത്തി അവന്മാരെല്ലാം മരിച്ചു. നമ്മുടെ മെയിൻ വില്ലൻ ഷോൺ ആംബ്രോസ് ഇപ്പോഴും നമ്മുടെ ഹീറോയെ ഒരു ബൈക്കിൽ ചേസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ചേസിനിടയ്ക്ക് നമ്മുടെ ഹീറോ അവന്റെ ബൈക്കിന്റെ ഗ്ലാസ്സിൽ നോക്കി പുറകിലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതും കറക്റ്റ് ആയിട്ട് കൊള്ളുന്നുണ്ട്. അങ്ങനെ ഒരു പോയിന്റ് കഴിയുമ്പോൾ വില്ലനും ഹീറോയും നേർക്ക് നേർ വരുന്നു. രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ട് നേരെ ബൈക്കും കൊണ്ട് വന്ന് ബൈക്ക് തമ്മിൽ കൂട്ടിയിടിപ്പിക്കാൻ ശ്രമിക്കുന്നു. അടുത്തെത്തുന്ന സമയത്ത് തന്നെ ഇവർ രണ്ടാളും ബൈക്കിൽ നിന്ന് എടുത്ത് ചാടുന്നു.
ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് വലിയൊരു സ്ഫോടനം ഉണ്ടാകുന്നു. ഇവർ രണ്ടാളും തെറിച്ച് താഴെ വീണ് തമ്മിൽ അടിയും തുടങ്ങി. രണ്ടുപേരുടെയും കയ്യിലുള്ള ഗണ്ണൊക്കെ തെറിച്ച് താഴെ വീണ് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് രണ്ടാളും അടി കൂടുന്നു. തറയിൽ കിടക്കുന്ന കല്ലോ കമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കിട്ടുന്ന സാധനം എന്തായാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അതൊക്കെ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുന്നു. ഗണ്ണ് പോയപ്പോൾ വില്ലൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി എടുത്ത് ഹീറോയെ അറ്റാക്ക് ചെയ്യുന്നു. ഹീറോയെ ചവിട്ടി താഴെയിട്ട് കത്തിയും കൊണ്ട് ഉയർന്ന് ചാടി ഹീറോയുടെ കണ്ണിന് നേരെ വന്ന് കണ്ണിന്റെ കൃഷ്ണമണിയെ തൊട്ടില്ല ഗ്യാപ്പിൽ അങ്ങനെ നിൽക്കും. ഒരു തരി ഡിഫറൻസിലാണ് ഈതൻ രക്ഷപ്പെടുന്നത്. കടുകുമണി വ്യത്യാസം എന്നൊക്കെ പറഞ്ഞില്ലേ, കറക്റ്റ് സമയത്ത് പുള്ളിക്കാരൻ കൈ വെച്ചില്ലായിരുന്നെങ്കിൽ ഒരല്പം കൈ താന്നു പോയിരുന്നെങ്കിൽ കത്തി കണ്ണി കൊണ്ടിറങ്ങി കണ്ണു പോയേനെയും. അത്ര ഡിഫറൻസ്, അത്ര ക്ലോസ് റേഞ്ച് വരെ വന്നു. ഇതേസമയം നമ്മുടെ ഹീറോയിനാവട്ടെ ഒരു വലിയ മലയുടെ അവിടെ കയറി നിന്ന് അവിടുന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ തയ്യാറായിട്ട് അങ്ങനെ നിൽക്കുവാണ്. ബില്ലിയും ലൂതറും അവളുടെ സിഗ്നൽ നോക്കി അങ്ങോട്ട് പോകുന്നുണ്ട്. ഇന്നേരം ഈതനാവട്ടെ അവന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ഷോൺ ആംബ്രോസിനെ തല്ലി താഴെയിടുന്നു. ഇത്രയും നേരം ഷോൺ ആംബ്രോസ് ഒരു പൊടിക്ക് മുകളിൽ നിൽക്കുമായിരുന്നു. പക്ഷെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തിരിഞ്ഞു. നമ്മുടെ ഹീറോ ഷോണിനെ അടിച്ച് താഴെയിട്ടു. അവന് നല്ല 4 ഇടി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ലൂതറും ബില്ലിയും നമ്മുടെ ഹീറോയിനെയും രക്ഷിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നത്. അവളെ കാണുന്ന ഹീറോ ഷോണിനെ തല്ലുന്ന നോക്കി നിർത്തിയിട്ട് ആന്റിവൈറസും എടുത്ത് അവളെ രക്ഷിക്കാൻ പോകുന്നു. പക്ഷേ ഒരു തരിയെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഷോൺ ചുമ്മാതിരിക്കത്തില്ല. അവൻ അവിടുന്ന് കണ്ട് നേരത്തെ പറയുന്ന താഴെ വീണുപോയ ഗണ്ണ് തപ്പിയെടുത്ത് നമ്മുടെ ഹീറോയ്ക്ക് നേരെ ചൂണ്ടി ഹീറോയെ കൊല്ലാൻ തുടങ്ങുന്നു. എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ഹീറോ നിൽക്കുന്നതിന്റെ തൊട്ട് താഴെയായിട്ട് അവന്റെ കാലിന്റെ കീഴിലായിട്ട് മറ്റൊരു ഗണ്ണ് കിടപ്പുണ്ടായിരുന്നു. ഇവർ രണ്ടാളും അടി ഉണ്ടാക്കുന്ന സമയത്ത് ഇവരുടെ രണ്ടുപേരുടെയും ഗണ്ണ് 2 സ്ഥലത്ത് തെറിച്ചു വീണു. അതിൽ ഒന്ന് വില്ലന്റെ കിട്ടി, ഒന്ന് ഹീറോയുടെ കാലിന്റെ കീഴിൽ കിടക്കുന്നു. ഇതിന് ആന്റിവൈറസ് ലൂതറിന്റെ കയ്യിലിട്ട് കൊടുക്കുന്നു. അതേസമയം തന്നെ സെയിം ടൈമിൽ തന്നെ തറയിൽ കിടന്ന ഗണ്ണ് തട്ടി ആ ഗണ്ണ് പിടിച്ച് വില്ലന് നേരെ ഷൂട്ട് ചെയ്യുന്നു. ഷോണും ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഹീറോ ഒഴിഞ്ഞു മാറി തറയിൽ വീണ് ആ ഒരു കണ്ടീഷനിൽ കിടന്ന് തന്നെ ഷോണിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുവാണ്. നമ്മുടെ ലൂതർ ഹീറോയിന്റെ ബോഡിയിൽ ആന്റിവൈറസ് കുത്തിവെച്ചു. അവളുടെ ബോഡിയിൽ ഉണ്ടായിരുന്ന ഖൈമേറ വൈറസ് പൂർണ്ണമായും ഇല്ലാതായി. അങ്ങനെ ഈ ഒരു മിഷനിൽ നമ്മുടെ നയ IMF ഏജൻസിനെ സഹായിച്ചതുകൊണ്ട് ഇവളുടെ പേരിലുണ്ടായിരുന്ന സകല കുറ്റങ്ങളും, ക്രിമിനൽ കുറ്റങ്ങൾ ഉൾപ്പെടെ എല്ലാം ഇല്ലാതാക്കുന്നുണ്ട്. അവളെ ഫ്രീ ആക്കി. ഇനിയിപ്പോൾ ഒരേ ഏജൻസിയും അവളെ തേടി വരത്തില്ല. ഇന്റർപോളിന്റെ ഒക്കെ പ്രധാന പിടികിട്ടാപ്പുള്ളിയായിരുന്നു. ഇപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ സമാധാനമായിട്ട് മുന്നോട്ട് ജീവിക്കാമല്ലോ. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയ സ്ഥിതിക്ക് നമ്മുടെ ഈതനൊരു വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ പോകാൻ തീരുമാനിക്കുന്നുണ്ട്. ഫൈനലി നമ്മുടെ ഈതനും നയ്യും, നമ്മുടെ ഹീറോയും ഹീറോയിനും രണ്ടാളും അവരുടെ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ പോകുന്നത് കാണിച്ചാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.